രീതിയിലും സദസ്സിലും ഉള്ളതെല്ലാം വളരെ കാലമായി പരിചയമുള്ളവരാണ് കൂടുതൽ. പല രീതിയിൽ പല ഘട്ടങ്ങളിൽ ശൈക്ഷികമായും സാമൂഹികമായും രാഷ്ട്രീയമായും ഉള്ള അന്വേഷണങ്ങളുടെ ഭാഗമായി ബന്ധപ്പെടാൻ നേരിട്ടോ അല്ലാതെയോ സാധിച്ചിട്ടുള്ളവരാണ് ഇവിടെയുള്ളത് എന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് വലിയൊരു മുഖവര ഇല്ലാതെ തന്നെ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ശ്രീ ഹരിഹരൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർക്സ് അംബേദ്കർ സംവാദം എന്നത് നമ്മുടെ സാധാരണ ഇംഗ്ലീഷിൽ പെരണിയൽ എന്ന് പറയുന്ന പോലെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവാദമായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ സവിശേഷമായ ഒരു ശ്രദ്ധ വ്യത്യസ്തമായ ഒരു തലത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്ന ഒരു ബോധ്യത്തിലേക്ക് ഞാൻ എത്തുന്നത് വളരെ സമീപസ്ഥമായ രീതിയിൽ മാർക്സിന്റെ നരവംശ ശാസ്ത്ര കുറിപ്പുകൾ പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ്. മാർക്സിന്റെ നരവംശ ശാസ്ത്ര കുറിപ്പുകൾ 1973 ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ നരവംശ ശാസ്ത്ര കുറിപ്പുകൾ അദ്ദേഹം എഴുതുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ്. അതായത് 1881-82 കാലഘട്ടത്തിലാണ്. 1883 അദ്ദേഹം നിര്യാതനായി എന്ന് നമുക്കറിയാം. ഈ കാലഘട്ടം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സവിശേഷത ഉള്ള ഒരു കാലഘട്ടമാണ്. അദ്ദേഹം 2 തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ 1881-82 കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന്, മൂലധനം എഴുതിയതിനു ശേഷം മൂലധനത്തിനെതിരെ ഉണ്ടായ സൈദ്ധാന്തികവും ദൈഷ്ണികവും രാഷ്ട്രീയവുമായ ആക്രമണങ്ങൾ പല പിന്തിരിപ്പൻ കേന്ദ്രങ്ങളിൽ നിന്നായി, വലതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നായി, ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയായി ഒക്കെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള രചനകളിൽ അദ്ദേഹം ആ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 1870-കളിൽ ഏർപ്പെട്ടിരുന്നു. 1864-65 കാലഘട്ടത്തിലാണല്ലോ മൂലധനത്തിന്റെ 1-ാം വോളിയം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. രണ്ടാമതായി അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കർത്തവ്യമാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാടുകളെ പരിശോധിക്കുകയും വിമർശിക്കുകയും ചെയ്യും. ഒരു സഹയാത്രികൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു സഖാവ് എന്നുള്ള രീതിയിൽ പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള, അങ്ങനെയാണ് ഈ ഗോദ പ്രോഗ്രാമിന്റെ വിമർശനം പോലെയുള്ള കൃതികൾ അദ്ദേഹം എഴുതുന്നത്. അതില് അദ്ദേഹം കൂടി ഭാഗവാക്കായ വർക്കേഴ്സ് പാർട്ടിയുടെ നിലപാടുകളെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. അതിന്റെ പാർട്ടി പ്രോഗ്രാമിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള നിശിതമായ വിമർശനങ്ങളാണ് ആ കൃതിയിലുള്ളത്. ഇത് കൂടാതെ അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഏർപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൈഷ്ണിക പ്രക്രിയ എന്ന് പറയുന്നത് നരവംശ ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതായിരുന്നു. നരവംശ ശാസ്ത്രത്തെക്കുറിച്ച് മാർക്സ് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ കടന്നു വരേണ്ട ഒരു അനാലജി എന്ന് പറയുന്നത് അദ്ദേഹം രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രത്തിന്റെ പഠിതാവായിരുന്നു അതുവരെ എന്നുള്ളതാണ്. കാരണം മൂലധനം എന്ന് പറയുന്ന കൃതി എന്താണ് യഥാർത്ഥത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത്? മൂലധനം എന്ന് പറയുന്ന കൃതി മുതലാളിത്തത്തിന്റെ ഒരു വിമർശനമല്ല, ഭാവി സോഷ്യലിസത്തെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ തരുന്ന ഗ്രന്ഥമല്ല. മൂലധനം എന്ന് പറയുന്ന കൃതി പ്രധാനമായും അതുവരെ നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രത്തിന്റെ ധാരണകൾ എന്തുകൊണ്ട് തെറ്റാണ് എന്ന് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിന്റെ അല്ലെങ്കിൽ ഭൗതികവാദപരമായ വൈരുദ്ധ്യവാദത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കൃതിയാണ് മൂലധനം. അതിനപ്പുറവും ഇപ്പുറവും അല്ല മൂലധനം. മൂലധനം ഒരു പുരോഗമനപരമായിട്ടുള്ള ഭാവി രാഷ്ട്രീയത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്നില്ല. അതുപോലെ തന്നെ അത് മറ്റു തരത്തിലുള്ള വിമർശനങ്ങൾ വെക്കുന്നില്ല. അത് യഥാർത്ഥത്തിൽ അത് മുതലാളിത്തത്തിനെ തന്നെ ആ അർത്ഥത്തിൽ വിമർശിക്കുന്നില്ല. മറിച്ച് യഥാർത്ഥത്തിൽ അത് വിമർശിക്കുന്നത് മുതലാളിത്ത വിമർശനമുണ്ട്, അതിന്റെ ഭാഗമായി വരുന്നതാണ്. കാരണം എന്തുകൊണ്ട് രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രത്തിന് മൂലധനത്തിനെ വിമർശിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വിശദീകരിക്കാനാണ് പ്രധാനമായും മൂലധനത്തിൽ അദ്ദേഹം ശ്രമിക്കുന്നത്. അതായത് അതുവരെ ഉണ്ടായിരുന്ന എങ്ങനെയാണ് മുതലാളിത്തം പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അതുവരെ ലോകത്തുണ്ടായിരുന്ന വീക്ഷണങ്ങളെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു പുതിയ പാരഡൈം, ഒരു പുതിയ വിചാര മാതൃക മുതലാളിത്ത വിമർശനത്തിന് വേണ്ടി അവതരിപ്പിക്കുക, അത് രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രത്തിന്റെ വിമർശനത്തിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മൂലധനത്തിൽ മാർക്സ് ചെയ്യുന്നത്. മൂലധനം വായിക്കുന്നവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് അതിന്റെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് തന്നെ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി എന്നാണ്. രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രത്തിന്റെ വിമർശനം, മൂലധനം പ്ലസ് ക്യാപിറ്റൽ, ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി, മൂലധനം
രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രത്തിന്റെ വിമർശനം. രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രം എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ബൂർഷ്വാ സമ്പദ്ശാസ്ത്രം രൂപീകരിച്ചിട്ടുള്ള വിചാര മാതൃകയാണ് ഈ പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന് പറയുന്നത്, രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രം എന്ന് പറയുന്നത്. അതിന്റെ വിമർശനമായിട്ടാണ് അദ്ദേഹം മൂലധനം എഴുതിയിരുന്നത്. അപ്പോൾ പ്രധാനമായും അദ്ദേഹത്തിന്റെ ഏതാണ്ട് 50-കൾ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ചിന്തയുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് രാഷ്ട്രീയ സമ്പദ്ശാസ്ത്ര വിമർശനമാണ്. ഇപ്പോൾ നമുക്കറിയാം ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നുണ്ട് 50-കളുടെ അവസാനം. ഗുന്ദ്രിസെ എന്ന് നമ്മളെല്ലാം പറയുന്ന അത് ഫണ്ടമെന്റൽസ് ഓഫ് ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പൊ അതിന് മുൻപ് ഇപ്പോൾ ഫ്രാൻസിലെ വർഗ സമരങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ കർഷക സമരങ്ങളെ കുറിച്ച്, ജർമ്മൻ തത്വചിന്തയെ കുറിച്ചിട്ട്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വന്നിട്ടുള്ള മുതലാളിത്തത്തിന്റെ വിശകലനം തുടങ്ങിയിട്ടുള്ള വിവിധ കാര്യങ്ങളിൽ രാഷ്ട്രീയമായ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സയൻസിന്റെ മേഖലയിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആദ്യകാല വിമർശനങ്ങളെ അദ്ദേഹം വളരെ സമഗ്രമായി രാഷ്ട്രീയ സമ്പദ്ശാസ്ത്ര വിമർശനം കൊണ്ട് മാറ്റിമറിക്കുന്നതാണ് 50-കളിൽ 1850-കളിൽ നമ്മൾ കാണുന്നത്. 40-കളിലാണ് മറ്റു പല കൃതികൾ, ഹേഗലിന്റെ റൈറ്റിനെ കുറിച്ചിട്ടുള്ള വിമർശനം, ഫോയർബാഹിനെ കുറിച്ചിട്ടുള്ള വിമർശനം, ജർമ്മൻ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന പ്രസിദ്ധീകരിക്കാത്ത കൃതി എഴുതുന്നത്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉണ്ടാകുന്നത്, അതെല്ലാം 40-കളിലാണ്. 50-കളായതോടുകൂടി അദ്ദേഹം വളരെ കാതലായ ഈ പ്രശ്നത്തിലേക്ക്, അതായത് മുതലാളിത്തം എന്താണ് എന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ കാതലായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ വിമർശനത്തിലേക്ക് അദ്ദേഹം പൂർണ്ണമായും ഇറങ്ങുന്നതാണ് 50-കളിൽ നമ്മൾ കാണുന്നത്. അതിന്റെ ഒരു പരിസമാപ്തി, അതിന്റെ ഒരു പ്രാഥമിക പരിസമാപ്തി എന്ന് പറയണം, അതാണ് മൂലധനത്തിന്റെ 1-ാം വോളിയം. ബാക്കി 3 വോളിയങ്ങളുടെയും നോട്ടുകളും കുറിപ്പുകളും ഒക്കെയാണ് അദ്ദേഹം തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിനുശേഷം അത് തയ്യാറാക്കുന്ന അതിന്റെ പിന്നീടുള്ള വോളിയങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിനിടയിൽ 1870-നും 1880-നും ഇടയിൽ ഇറങ്ങിയ നരവംശാസ്ത്ര കൃതികളുടെ പഠനത്തിലേക്ക് അദ്ദേഹം നീങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇത്തരത്തിൽ അദ്ദേഹം ഈ പഠനത്തിലേക്ക് നീങ്ങുകയും വിപുലമായ കുറിപ്പുകൾ തയ്യാറാക്കുകയും ചെയ്തെങ്കിൽ തന്നെയും ഏംഗൽസ് അല്ലാതെ ആരും തന്നെ അതിനെ കാര്യമായിട്ട് ആ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല. ഏംഗൽസ് ശ്രദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കുറിപ്പ് അദ്ദേഹം എഴുതിയിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു പ്രാഥമിക ധാരണ മറ്റുള്ളവർക്ക് കിട്ടുന്നത്. കാരണം കുടുംബം, സ്വകാര്യ സ്വത്ത്, ഭരണകൂടം എന്ന് പറയുന്ന ഏംഗൽസിന്റെ പുസ്തകം അത് പ്രധാനമായിട്ടും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത് മാർസ് ഹെൻറി മോർഗന്റെ ഏൻഷ്യൻ സൊസൈറ്റി എന്ന് പറയുന്ന കൃതിയെക്കുറിച്ച് നടത്തിയ ഈ പഠനത്തിൽ നിന്ന് ഉള്ള കുറിപ്പുകളിൽ നിന്നാണ് എന്നാണ് ഏംഗൽസ് പ്രധാനമായിട്ടും അവകാശപ്പെട്ടിരുന്നത്. അപ്പൊ ഏംഗൽസ് അതിനകത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഇത്രയും കാലവും നമ്മൾ യഥാർത്ഥത്തിൽ മാർസിന്റേതെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മാർസിസം എന്നുള്ള രീതിയിൽ ഈ നരവംശാസ്ത്രത്തെ നമ്മൾ മനസ്സിലാക്കിയിരുന്ന ഏംഗൽസിന്റെ ഈ വിശകലനമാണ്. ഏംഗൽസ് ഇങ്ങനെ ഒരു പഠനം മാർക്സ് നടത്തിയിരുന്നു എന്നും അതിന്റെ കുറിപ്പുകൾ ഉണ്ട് എന്നും ആ കുറിപ്പുകളുടെയും കൂടി പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നത് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നതല്ലാതെ അതിന് ആ അവകാശവാദത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഈ കുറിപ്പുകളും ആ അദ്ദേഹത്തിന്റെ പുസ്തകവും തമ്മിൽ താരതമ്യം ചെയ്യുക എന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാൻ ആർക്കും തന്നെ അക്കാലത്ത് സാധിച്ചിരുന്നില്ല. അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു ആമുഖ നിരീക്ഷണം അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ ഈ കൃതികൾ, ഈ അപ്രകാശിതമായ കൃതികളും പ്രകാശിതമായ കൃതികളും മാർസിന്റെ മെഗാ എന്ന് പറയുന്ന, അതായത് മാർസ് എംഗൽസ് കളക്റ്റഡ് വർക്ക്സ് എന്ന് നമ്മൾ പറയുന്ന ആ കൃതികളിൽ ഏത് ഉൾപ്പെടുത്തണം എന്ന് ഉൾപ്പെടുത്തണ്ട എന്ന് തീരുമാനിച്ചിരുന്നത് ഇതിന്റെ പൂർണ്ണമായ ഏതാണ്ട് അവകാശം സോവിയറ്റ് യൂണിയന് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ്, ആദ്യ കാലഘട്ടത്തിലാണ്. അപ്പൊ അതിനൊരു വലിയ ഒരു സംവിധാനം തന്നെ അത് വളരെ സത്യസന്ധമായി ചെയ്തിട്ടുള്ള ഒരു ജോലിയാണ്. അതിന്റെ ഒരു എന്ത് ത്യജിക്കണം, എന്ത് ഉൾക്കൊള്ളിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു തീരുമാനം, ഒരു ആന്തരികമായിട്ടുള്ള തീരുമാനമാണ്. മാർസ് എംഗൽസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ് ഇത് ഏൽപ്പിച്ചിരുന്നത്. മാർസ് എംഗൽസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്ട് വളരെ സത്യസന്ധമായി ഇത് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലും കഴിയുന്നത്ര അപ്രകാശിത കൃതികൾ കൂടി പ്രകാശിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലുമാണ് മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, 1917 വിപ്ലവത്തിന് ശേഷം ലെനിന്റെ കാലഘട്ടത്തിൽ വലിയ ഇടപെടലൊന്നും ഈ മാർസ് എംഗൽസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ തന്നെയും സ്റ്റാലിൻ വന്നതോടുകൂടി മാർസ് എംഗൽസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനത്തെ അദ്ദേഹം കാര്യമായി സ്വാധീനിക്കാൻ തുടങ്ങി, അതിൽ ഇടപെടാൻ തുടങ്ങി. അത് എൻ്റെ പുസ്തകത്തിൽ ഈ എക്കണോമിക്കൽ നോട്ട്ബുക്സിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ എഴുതിയ പുസ്തകത്തിൽ വിശദമായി പറയുന്നതുകൊണ്ട് ഞാൻ അതിന്റെ മുഴുവൻ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പ്രയാസ്നോവിനെ പോലുള്ളവർ, ഇല്ലിച്ച് റൂബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർസിന്റെ അമൃതാധ്വാനം എന്ന് പറയുന്ന സങ്കല്പത്തെ വളരെ വിശദമായി സൈദ്ധാന്തികമായി പുനഃപരിശോധിക്കുകയും വളരെ നവീനമായ രീതിയിൽ അതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ് ഈ റൂബിൻ എന്ന് പറയുന്ന ഇവാൻ ഇല്ലിച്ച് റൂബിൻ എന്ന് പറയുന്ന അദ്ദേഹം. ഇവാൻ ഇല്ലിച്ച് റൂബിനെ അറസ്റ്റ് ചെയ്തു, റിയാസ്നോവിനെ അറസ്റ്റ് ചെയ്തു. അവരൊന്നും ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ ഇതിന്റെ ഗ്രോവർഫറിന്റെ പുസ്തകങ്ങൾ ധാരാളം ഇറങ്ങുന്നുണ്ടല്ലോ. പിന്നെ എന്താണ്
ട്രോട്സ്കിയാണ് കള്ളം പറയുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പുസ്തകങ്ങൾ മുഴുവൻ ഞാൻ വാങ്ങിച്ചു. ഇതിന്റെ ഒരു ഭാഗമായ ആ പുസ്തകങ്ങൾ മുഴുവൻ ഞാൻ വാങ്ങിച്ചു. അദ്ദേഹത്തിന് മുഴുവനല്ല, ഏതാണ്ട് 6-7 പുസ്തകങ്ങൾ ഞാൻ വാങ്ങിച്ചു. കാരണം പ്രധാനപ്പെട്ട 6-7 പുസ്തകങ്ങൾ ഗ്രോഫറിന്റെ വാങ്ങിച്ചു. അതിൽ പ്രധാനമായും ഞാൻ ഇൻഡെക്സിനെ ആധാരമാക്കിയും അല്ലാതെയും റിയാസ്നോവിനെ കുറിച്ചോ റൂബിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു ഈ മാർക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തിച്ച ദൈക്ഷണിക മാർക്സിസ്റ്റുകളെ കുറിച്ചോ എന്തെങ്കിലും പരാമർശമുണ്ടോ എന്ന് ഞാൻ നോക്കി. അതിനകത്ത് ഒരു പരാമർശവും അദ്ദേഹമില്ല, അദ്ദേഹം നടത്തുന്നില്ല. അത് ഞാൻ ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഴുവൻ കൃതികളും ഞാൻ ഇതിനകത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്, പേജ് സഹിതം കോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നടത്തുന്നില്ല. അതായത് ഈ മാർക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്ന ദൈക്ഷണിക പ്രവർത്തകരെ, പ്രധാനമായിട്ടും മാർക്സിസ്റ്റ് ചിന്തകർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ലോകത്തിന് യാതൊരു തരത്തിലുള്ള വ്യാകുലതയും ഉണ്ടായിരുന്നില്ല. ഉദാഹരണത്തിന് മാത്തമാറ്റിക്കൽ മാനുസ്ക്രിപ്റ്റ്സ് മാർക്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. മാത്തമാറ്റിക്കൽ മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞൊരു കൃതി മാർക്സ് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാത്തമാറ്റിക്സിനെ കുറിച്ച് മാർക്സിന്റെ പുസ്തകം എഴുതിയിട്ടുണ്ട് എന്ന് തന്നെയും ആളുകൾക്ക് അറിയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഗണിതശാസ്ത്രക്കുറിപ്പുകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ ഈ എന്തുകൊണ്ടാണ് മാർക്സ് ഗണിതശാസ്ത്രക്കുറിപ്പുകൾ എഴുതുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം മാർക്സ് ഗണിതശാസ്ത്രക്കുറിപ്പുകൾ എഴുതുന്നത് അദ്ദേഹം ഈ രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രം പഠിക്കുന്നത് കൊണ്ടാണ്. കാരണം രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രം എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെ ഇന്നർ ഡൈനാമിക്സ് ആണ്. അതിലെങ്ങനെയാണ് പ്രോഫിറ്റ് രൂപം കൊള്ളുന്നത്, എങ്ങനെയാണ് ലാഭം കുറയുന്നത്, എങ്ങനെയാണ് ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നത്, ഇതെല്ലാം മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആണ്. രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്ന നൊട്ടേഷൻസ്, കാൽക്കുലസ് അടക്കമുള്ള പുതിയ സാങ്കേതിക ഗണിതശാസ്ത്ര സങ്കേതങ്ങൾ ഉപയോഗിച്ചാണ് മാർക്സ് യഥാർത്ഥത്തിൽ ഈ മൂലധനം എന്ന് പറയുന്ന കൃതി എഴുതിയിട്ടുള്ളത്. ട്രാൻസ്ഫോർമേഷൻ പ്രോബ്ലം പോലെയുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഈ കാൽക്കുലസും മറ്റ് ഗണിതശാസ്ത്ര സങ്കേതങ്ങളും മൂലധനത്തിന്റെ രചനയ്ക്ക് സങ്കീർണമായ ഗണിതശാസ്ത്ര സങ്കേതങ്ങൾ മാർക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിനുവേണ്ടി അത് പഠിച്ചപ്പോൾ അദ്ദേഹം അതിനെ കൂടുതൽ ചരിത്രപരമായി കൂടി പഠിച്ചു. അങ്ങനെയാണ് ഈ ഗണിതശാസ്ത്ര കുറിപ്പുകൾ അദ്ദേഹം എഴുതുന്നത്. അത് വലിയ ഒരു പുതുമയൊന്നും അദ്ദേഹത്തിന്റെ കൃതികളില്ല. പിൽക്കാലത്ത് ആ കാലത്ത് തന്നെ ഗണിതശാസ്ത്രത്തിൽ ഉണ്ടായ ചില മുന്നേറ്റങ്ങൾ അദ്ദേഹത്തിന്റെ രചനയിൽ കടന്നു വന്നിട്ടില്ലെങ്കിൽ പോലും സമസ്കന്ധമായ അന്നുണ്ടായിരുന്ന മാത്തമാറ്റിക്കൽ നോളജിന് സമസ്കന്ധമായി നിൽക്കുന്ന തരത്തിലുള്ള വിശകലനമാണ് മാർക്സ് നൽകുന്നത്. അത് ചരിത്രപരമായ ഒരു വിശകലനം കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ വൈരുദ്ധ്യവാദം എങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു മാർഗദർശി കൂടിയായിട്ട് ഈ മാത്തമാറ്റിക്കൽ മാനുസ്ക്രിപ്റ്റ്സ് യഥാർത്ഥത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രസിദ്ധീകരണം, നരവംശാസ്ത്ര കുറിപ്പുകളുടെ പ്രസിദ്ധീകരണം, അതുപോലെ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്ന ഇക്കണോമിക് ആൻഡ് ഫിലോസഫിക് മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നതിന്റെ പ്രസിദ്ധീകരണം, ഇതൊന്നും തന്നെ മാർക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചെയ്യാനായി സമ്മതിക്കുന്നില്ല. അതിന് എത്ര മാനുസ്ക്രിപ്റ്റ്സ് അത് കൃത്യമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും അത് എന്തെങ്കിലും തടസ്സം പറഞ്ഞത് നിർത്തുക, അല്ലെങ്കിൽ പുതിയൊരാളെ ചുമതലയേൽപ്പിക്കുക, നിലവിൽ ചുമതലയുണ്ടായിരുന്നയാൾ അറസ്റ്റ് ചെയ്യപ്പെടുക, അജ്ഞാതനായി പോവുക, ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ഈ പ്രസിദ്ധീകരിച്ച കൃതികളിൽ ജർമ്മൻ പ്രത്യയശാസ്ത്രം ഒഴികെയുള്ള മറ്റു കൃതികൾ പ്രകാശനം ചെയ്യപ്പെടുന്നത് തടയുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ നേരിട്ടല്ലാതെ തടയുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതോടുകൂടിയാണ് ഈ ഇത്തരം മാനുസ്ക്രിപ്റ്റുകൾ, മാർക്സിന്റെ ഇത്തരം മാനുസ്ക്രിപ്റ്റുകൾ നമ്മുടെ കൺമുൻപിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ഇതിന്റെയൊക്കെ ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചിരുന്നു. റിയാസ്നോവിനെ പോലുള്ളവർ എടുത്തു വെച്ചിരുന്നു. റിയാസ്നോവിനെ കൊടുക്കാൻ വേണ്ടി, കാരണം ലെനിനും സ്റ്റാലിനും ഒക്കെ ആയിട്ട് വളരെ അടുപ്പം ഉണ്ടായിരുന്ന പോളിറ്റ് ബ്യൂറോയി മെമ്പർഷിപ്പ് വരെ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ റിയാസ്നോവ് എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹമാണ് ഈ മെഗ എന്ന് പറയുന്നത് തുടങ്ങി നമ്മളിന്ന് കാണുന്ന ഈ കളക്ടഡ് വർക്ക്സ് മുഴുവൻ എഡിറ്റ് ചെയ്തത്. ഈ അപ്രകാശിതമായിട്ടുള്ള കാര്യങ്ങൾ പോട്ടെ, നമ്മളിന്ന് കാണുന്ന ഈ മാർക്സ് എംഗൽസ് കളക്ടഡ് വർക്ക്സ് എന്ന് പറയുന്ന സാധനത്തിന്റെ മുഴുവൻ വോളിയവും എഡിറ്റ് ചെയ്ത വ്യക്തിയാണ് യഥാർത്ഥത്തിൽ റിയാസ്നോവ്. ഈ റിയാസ്നോവിന് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, റിയാസ്നോവിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു മാർഗവും ഇല്ലാതെ എംഗൽസ് അവസാനം റൂബിനെ അറസ്റ്റ് ചെയ്യുകയാണ്. ഇല്ലിച്ച് റൂബിനെ അറസ്റ്റ് ചെയ്യാണ്. ഇല്ലിച്ച് റൂബിൻ എന്ന് പറയുന്നത് ഒരു സാധാരണ പണ്ഡിതൻ മാത്രമാണ്. അത് മാർക്സത്തെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിച്ച് റഷ്യയിൽ വന്നിട്ടുള്ള ഒരു പണ്ഡിതൻ മാത്രമാണ് ഇല്ലിച്ച് റൂബിൻ. ആ ഇല്ലിച്ച് റൂബിനെ കൊണ്ട് റിയാസ്നോവിനെതിരായി മൊഴി പറയിപ്പിക്കുക എന്നുള്ളത്, ഇത് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു കേട്ട് പറയുന്നതല്ല. കാരണം റൂബിന്റെ സഹോദരി എഴുതിയ കത്തിൽ നിന്നാണ് ഈ വിവരം ലോകം അറിയുന്നത്. റൂബിന്റെ സഹോദരി ഇങ്ങനെയാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെയാണ് അപ്രത്യക്ഷനായത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ സഹോദരി റൂബിന എന്ന് പറയുന്ന റൂബിന്റെ സഹോദരി എഴുതിയ ദീർഘമായ കത്തിൽ നിന്നാണ് നമുക്കിത് മനസ്സിലാവുന്നത്. അത് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ റിയാസ്നോവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്, റിയാസ്നോവ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കളക്ടഡ് വർക്ക്സിന്റെ മുഴുവൻ എഡിറ്റ് ചെയ്ത മഹാനായ മനുഷ്യനാണ് റിയാസ്നോവ്. നമ്മൾ ഈ പേരൊന്നും പോലും കേരളത്തിൽ ഇവരുടെ ഒന്നും കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള സംഗതമായിട്ടുള്ള ഒരു കാര്യം. അദ്ദേഹത്തെ കൊടുക്കുന്നതിന് വേണ്ടി റൂബിനോട് അദ്ദേഹത്തിന്റെ ഇല്ലാതിരുന്ന ഒരു രഹസ്യ സംഘടന, അതായത് നിലവിലില്ലാത്തൊരു രഹസ്യ സംഘടനയിലെ ആയി ബന്ധമുണ്ട് എന്ന് പറയണമെന്ന് റൂബിനോട് നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ റൂബിന് സ്വാഭാവികമായിട്ടും അദ്ദേഹം അത് പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ അത് ചെയ്യിക്കാൻ വേണ്ടി ചെയ്യുന്നത്, തടവിൽ കിടക്കുന്ന ഓരോ മനുഷ്യരെയും റൂബിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ അത് ചെയ്യുമോ എന്ന് ചോദിക്കും. ചെയ്തില്ല എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന ആളിനെ കൊല്ലും.
ഇങ്ങനെ 3-4 പേരെ കൊന്നു കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ റൂബിൻ റിയാസ് നോവിന്റെ പേര് പറയുകയാണ്. റിയാസ് നോവിന്റെ പേര് പറഞ്ഞു, റിയാസ് നോവിനെ അറസ്റ്റ് ചെയ്തു. പിന്നെ റിയാസ് നോവിനെ ആരെയും കണ്ടില്ല. അദ്ദേഹത്തെ ഇടക്കാലത്തേക്ക് കുറച്ചു കാലത്തേക്ക് വിട്ടയച്ചു. വീണ്ടും 1938 ഇതിനെക്കുറിച്ച് നമുക്കറിയാം. അതിൽ അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്തു. അപ്പൊ അദ്ദേഹം ഇതിന്റെ കുറെയൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നതാണ്. മറ്റു പലരും ഇതിന് തയ്യാറാക്കി വെച്ചിരുന്നതാണ്. പക്ഷെ ഇവർ ആരും തന്നെ ഇത് പ്രസിദ്ധീകരിക്കാനുള്ള ധൈര്യം കാണിച്ചില്ല ആ കാലഘട്ടത്തിലൊന്നും. ഒടുവില് ഈ കൃതികളുടെ ഒരു സഞ്ചയം വെളിയിൽ എത്തുകയും അവിടെ നിന്ന് നമ്മള് കാൾകോഷ് എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള മാർക്സിസ്റ്റ് പണ്ഡിതനുണ്ട്. അദ്ദേഹം ഈ ലോറൻസ് ക്രേതർ എന്ന് പറയുന്ന വ്യക്തിയോട് ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്യണം, ഇത് പ്രസിദ്ധീകരിക്കണം, മാർക്സിന്റെ ഈ നരവംശാസ്ത്ര കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 20 വർഷക്കാലത്തോളം അദ്ദേഹം ഈ നോട്ടുകൾ മുഴുവൻ പരിശോധിച്ച് അവസാനം അത് പ്രസിദ്ധീകരിക്കണം. അത് അപ്പോൾ തന്നെ അതിന്റെ മുഴുവൻ ഭാഗവും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിലേക്ക് പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്ന അല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചു എന്ന് പറയുമ്പോൾ നരവംശാസ്ത്ര കുറിപ്പുകൾ, മാർക്സിന്റെ നരവംശാസ്ത്ര കുറിപ്പുകളാണ് പ്രസിദ്ധീകരിച്ചത്. അതിന്റെ ട്രാൻസ്ലേഷൻ അല്ല. അതായത് ഈ നരവംശാസ്ത്ര കുറിപ്പുകൾ 4-5 ഭാഷകൾ നിരന്തരം കടന്നു വരുന്ന കുറിപ്പുകളാണ്. മാർക്സിന് അപ്പം തോന്നുന്നത് ഏത് ഭാഷയാണ്? അദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു നമുക്കറിയാം. അപ്പോൾ ചില ഭാഗങ്ങൾ ലാറ്റിൻ ഭാഷയിലാണ്, ചിലത് ഗ്രീക്ക് ഭാഷയിലുണ്ട്, ചിലത് ഫ്രഞ്ച് ഭാഷയിലാണ്, ചിലത് ജർമ്മൻ ഭാഷയിലാണ്, കൂടുതലും ഇംഗ്ലീഷിലുമാണ്, കുറെ കൂടുതൽ ഇംഗ്ലീഷിലാണ്. ഇങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്. അത് അതേപടി തന്നെയാണ് ക്രേതർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ആളുകൾ വായിക്കാതിരിക്കുന്നതെന്നും ഇത് ചർച്ച ചെയ്യാതിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പാശ്ചാത്യ ചിന്തകർ ഇത് വായിക്കുകയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കുകയും അത് എത്നോളജിക്കൽ നോട്ട്ബുക്സിന്റെ പറ്റിയുള്ള അവരുടെ വിമർശനങ്ങൾ ചേർക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ സ്വാഭാവികമായിട്ട് ഈ ക്രേതറിന്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നിയ ഒരു കാര്യം കുറെ കൂടി സങ്കീർണമായിട്ടുള്ള ഇതിനകത്തെ ആർഗ്യുമെന്റ്സ്, ഇതിനകത്തെ വാദങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഫ്രഞ്ച് ജർമ്മൻ ഭാഷയിൽ എഴുതിയിട്ടുള്ള കുറിപ്പുകളും കൂടി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയുണ്ടായത്. അങ്ങനെ ഞാൻ അത് ആദ്യം ഗൂഗിൾ ഈ AI ട്രാൻസ്ലേഷൻ വഴിയും അത് കഴിഞ്ഞ് ഞാൻ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിലാണല്ലോ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ചില സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടിയും അത് നോക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ പാശ്ചാത്യ ചിന്തകർ വിട്ടുകളഞ്ഞതും നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചോളം വളരെ പ്രസക്തമായ ധാരാളം കാര്യങ്ങൾ മാർക്സ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യം എനിക്കുണ്ടാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉദാഹരണത്തിന് അദ്ദേഹം ഈ കൊളോണിയലിസത്തെ കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യയെ കുറിച്ചും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ വിവരണങ്ങളെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ 1850കളിൽ അദ്ദേഹം എഴുതിയ കാര്യങ്ങളാണ്. ഇപ്പൊ ഈ 2006 ഇർഫാൻ ഹബീബ് ഈ മാർക്സ് ഓൺ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ ആമുഖത്തിൽ അവതാരികയിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ നരവംശാസ്ത്ര കുറിപ്പുകളിൽ മാർക്സ് എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ എന്നാണ്. അതായത് 2006 73 ക്രേതർ ഇത് പ്രസിദ്ധീകരിച്ചെങ്കിൽ പോലും 2006 ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചരിത്ര പണ്ഡിതരും മാർക്സിസ്റ്റ് പണ്ഡിതരും ഈ കുറിപ്പുകളിലേക്ക് നമ്മുടേതായ ഒരു ശ്രദ്ധ കൊടുക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷവും ആരും എത്തുന്നില്ല. ഇപ്പൊ CPM-ന്റെ തന്നെ സോഷ്യൽ സയന്റിസ്റ്റിൽ 1-2 ലേഖനങ്ങൾ അർച്ചന പ്രസാദിന്റെ ഒക്കെ ഞാൻ കണ്ടു. അത് പ്രധാനമായിട്ടും ഈ പാശ്ചാത്യ ചിന്തകർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ മാർക്സിന്റെ ഡെമോക്രസിയെ കുറിച്ചൊക്കെയുള്ള മാർക്സിന്റെ ചില ചിന്തകൾ പ്രസക്തമാണ് എന്ന് പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഇത്രയും സൂക്ഷ്മമായ വിശകലനങ്ങൾ, ജാതിയുമായി ബന്ധപ്പെട്ട ഇത്രയും സൂക്ഷ്മമായ വിശകലനങ്ങൾ മാർക്സ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ആരും തന്നെ പറഞ്ഞിരുന്നില്ല. കാരണം പാശ്ചാത്യ ചിന്തകരെ സംബന്ധിച്ചുള്ള ഇന്ത്യ അങ്ങനെ അവർക്ക് അത്രയും പ്രസക്തമായ ഒരു വിഷയമല്ല ഈ കാര്യത്തിൽ. അവര് ഇർഗോയ് സമൂഹത്തെക്കുറിച്ചും അവരുടെ മറ്റു നരവംശാസ്ത്ര വിഭാഗങ്ങളെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും കുടുംബത്തിന്റെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചും മുതലാളിത്തത്തെ കുറിച്ചും സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചും ഒക്കെ മാർക്സ് ഈ ചരിത്ര കുറിപ്പുകളിൽ നടത്തുന്ന വിശദമായ നിരീക്ഷണങ്ങളെ കുറിച്ച് എഴുതുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയെ കുറിച്ചിട്ടുള്ള നിരീക്ഷണങ്ങളിലേക്ക് അവർ കടക്കുന്നില്ല. കാരണം അത് അവരുടെ ഒരു ചിന്താ പദ്ധതിയുടെ ഭാഗമായി സ്വാഭാവികമായി വരുന്നതല്ല, അതുകൊണ്ട് അവർ ഒഴിവാക്കുന്നതാണ്. എന്നാൽ ഇത് വായിച്ചു പോയപ്പോഴാണ് വളരെ പ്രസക്തമായ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ഈ ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയെ കുറിച്ച് വളരെ സൂക്ഷ്മമായ ഒരു ധാരണ മാർക്സ് സ്വരൂപിച്ചിരുന്നു എന്നുള്ളതാണ്. അത് മാർക്സ് സ്വരൂപിക്കുന്ന 2 രീതിയിലാണ്. ഒന്ന്, ഇതിനെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും സെക്കൻഡറി മെറ്റീരിയൽസിനെയാണ് ആശ്രയിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. ഒന്ന് പ്രധാനമായിട്ടും തോമസ് സ്ട്രെയിഞ്ചിന്റെ 1825 ഒരു പുസ്തകമുണ്ട്, ഫൗണ്ടേഷൻ ഓഫ് ഹിന്ദു ലോ എന്ന് പറഞ്ഞിട്ട്, ഹിന്ദു നിയമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു കൃതി. ആ കൃതി അദ്ദേഹം വളരെ സൂക്ഷ്മമായി പഠിക്കുകയും ഹെൻറി മെയിന്റെ പുസ്തകത്തെയാണ് അദ്ദേഹം ഇതിനകത്ത് ഈ നരവംശാസ്ത്ര കുറിപ്പുകളിൽ ഒന്ന് വിമർശിക്കുന്നത്. ആ വിമർശനത്തിൽ അദ്ദേഹം ഇത് വളരെ ശക്തമായി സ്ട്രെയിഞ്ചിന്റെ വാദഗതികളും മെയിന്റെ വാദഗതികളും കൂടി താരതമ്യം ചെയ്തുകൊണ്ട് സ്വന്തമായ ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ചെറിയൊരു ഉദാഹരണം ആദ്യം പറയാം. അപ്പൊ അത് എന്താണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ സതി എന്ന് പറയുന്ന ഒരു ആചാരം ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നു എന്നാണല്ലോ നമ്മൾ പറയുന്നത്, ഉണ്ടായിരുന്നു.
അപ്പൊ അതിനെക്കുറിച്ച് ഗായത്രി സ്പിവക്കിനെ പോലെയുള്ള വലിയ പണ്ഡിതര് വലിയ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ക്യാൻ സബാൾട്ടൺ സ്പീക്ക് എന്നുള്ളതിൽ ലതാമണിയെ പോലുള്ള അതിനെ വിമർശിച്ച് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിലെല്ലാം ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തവിട്ട് മനുഷ്യൻ വെള്ള മനുഷ്യൻ എന്നുള്ള ഒരു വിമർശനം, അതായത് ഇന്ത്യൻ പുരുഷന്മാരിൽ നിന്ന് ഇന്ത്യൻ സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു വൈറ്റ് മാൻസ് ബർഡൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രം ഈ സതിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ. സതി തെറ്റാണ് എന്നുള്ളതിനെ ആരും എതിർക്കുന്നില്ല. പക്ഷെ അത്തരത്തിലൊരു കൊളോണിയൽ ഓറിയന്റലിസ്റ്റ് സമീപനമായിരുന്നു ഇവർക്കുണ്ട്, ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും സ്പിവക്കും മറ്റുള്ളവരും വെച്ചിട്ടുള്ള വിമർശനം. യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഇതിനേക്കാൾ ആഴത്തിൽ ഇതിനകത്ത് കടന്നുപോയിരിക്കുകയാണ് അദ്ദേഹം. ഇത് തോമസ് സ്ട്രെയിഞ്ചിന്റെ പുസ്തകവും കൂടി വെച്ചുകൊണ്ട് ആദ്യം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, സതി എന്ന് പറയുന്നത് ഒരു നിയമമല്ല, ആചാരമാണ്. ഇത് രണ്ടും വ്യത്യസ്തമാണ്. ഇപ്പൊ മനുസ്മൃതിയിൽ സതിയെക്കുറിച്ച് പറയുന്നില്ല. ആ സമയത്ത് ഇതൊരു ആചാരമായി മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് ആചാരമായി മാറിയിട്ടുണ്ടെങ്കിൽ അതുവരെ ആരും ചോദിക്കാതിരുന്ന ചോദ്യം, അത് കഴിഞ്ഞു പോലും ആരും ചോദിക്കാതിരുന്ന ചോദ്യം, ഇന്നും ആരും ചോദിക്കാതിരുന്ന ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതൊരു ആചാരമായി നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആര് ചെയ്തതായിരിക്കും എന്നുള്ളതാണ്. ഹെൻറി മെയ്ൻ ഈ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചു കൊടുക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇത് ബ്രാഹ്മണിക്കൽ ഇൻട്രസ്റ്റിന് വേണ്ടി അവർ ഉണ്ടാക്കിയ ഒരു ആചാരമാണ്, അല്ലാതെ ഇത് ഇന്ത്യയിലെ നിയമമല്ല. സ്വന്തം താല്പര്യത്തിന് വേണ്ടി ബ്രാഹ്മണർ കൊണ്ടുവന്ന ബ്രാഹ്മണിസം കൊണ്ടുവന്നതാണ് ഈ സതി എന്ന് പറയുന്ന ആചാരം എന്ന് ആദ്യം പറയുന്നത് യഥാർത്ഥത്തിൽ മാർക്സാണ്. അതിനെ വിമർശിച്ച ബ്രിട്ടീഷുകാർ പോലും ഇന്ത്യൻ ആചാരം എന്നാണ് പറയുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യമല്ല എന്നും വലിയൊരു ഇന്ത്യ ഉണ്ട് എന്നും അതിൽ ബ്രാഹ്മണരാണ് ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നതും അദ്ദേഹം മെയിനെ കുറിച്ച് പറയുന്നത് ബ്രാഹ്മണരെ കുറിച്ചും അദ്ദേഹം ക്ലർജി എന്നും ലോയേഴ്സ് എന്നാണ് പറയുന്നത്. അവരെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ നാവ് പൊന്നാവുകയാണ്, അല്ലാതെ മുള്ളാവുകയല്ല എന്നാണ്. അവരെ പ്രീണിപ്പിച്ചാണ് ഇദ്ദേഹം എഴുതുന്നതാണ്. ഈ ഓറിയന്റലിസ്റ്റുകൾ എഴുതുന്നത് ബ്രാഹ്മണരെ പ്രീണിപ്പിച്ചാണ്. അതായത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വിമർശിക്കപ്പെടേണ്ടത് ബ്രാഹ്മണിസമാണ് എന്ന് ഇന്ത്യക്ക് പുറത്തും കണ്ടെത്തുന്ന ആദ്യത്തെ ചിന്തകൻ ആ അർത്ഥത്തിൽ മാർക്സാണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. അതിനു മുമ്പ് ആരും ഇതിനൊരു ബ്രാഹ്മണിസത്തിന്റെ ഫ്രെയിംവർക്കിലാണ് ഇത്തരം ആചാരങ്ങളെ കാണേണ്ടത് എന്നുള്ള അദ്ദേഹം ഈ ചാതുർവർണ്ണയത്തിന്റെ കാര്യം തന്നെ കൃത്യമായി എടുത്തു പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഒരു ബ്രാഹ്മണിക്കൽ ഇടപെടലാണ്. അത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പഠിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ സ്പിവക്കാവട്ടെ, ലതാമണിയാവട്ടെ, മറ്റുള്ളവരാവട്ടെ ഒന്നും തന്നെ അതിന്റെ ആ കാര്യകാരണ ബന്ധങ്ങളിലേക്ക് കടക്കുന്നില്ല. അത് കടക്കുന്നത് മാർക്സാണ്. ഈ എത്നോളജിക്കൽ കുറിപ്പുകൾ അദ്ദേഹം പറയുന്നത് ഇതിനകത്ത് ഇതിനുള്ളിൽ അടങ്ങിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്തുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ്. അതായത് ഈ മരിക്കുന്ന പുരുഷന്റെ സ്വത്തിന് അവകാശി സ്ത്രീയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ വലിയൊരു അവകാശം സ്ത്രീക്കാണ് എന്നുള്ളത് നിയമപരമായി ചില ഹിന്ദു നിയമ പുസ്തകങ്ങളിലുണ്ട്. അങ്ങനെ ഹിന്ദു നിയമ പുസ്തകങ്ങളിൽ ഉണ്ട് എങ്കിൽ ഈ ഭർത്താവിന്റെ സ്വത്ത് ആ സ്ത്രീ മരിച്ചുപോയതിനു ശേഷം ആ സ്ത്രീക്ക് പോകാതിരിക്കാൻ വേണ്ടി ആ സ്ത്രീയെ കൊന്നുകളയുക എന്നുള്ള ഒരു ആചാരം യഥാർത്ഥത്തിൽ ബ്രാഹ്മണർ ഇന്ത്യയിൽ അടിച്ചേൽപ്പിച്ചതാണ്. അതിനകത്ത് കൂടുതൽ കാണുന്നത് ഇത് ബ്രാഹ്മണിക്കലാണ്. സതി എന്ന് പറയുന്ന സങ്കല്പം ഇന്ത്യൻ സങ്കല്പമല്ല, അതൊരു ബ്രാഹ്മണിക്കൽ സങ്കല്പമാണ്. ബ്രാഹ്മണർ നിയമമല്ലാത്ത ഒരു സാധനത്തെ ആചാരമാക്കി കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. അത് സ്വത്തുടമ ബന്ധവുമായി, സ്വത്തുടമ പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ് എന്ന വിശകലനമാണ് ഈ നരവംശാസ്ത്ര കുറിപ്പുകളിൽ മാർക്സ് നൽകിയത്. ഇത് നമ്മൾ എവിടെയും വായിച്ചിട്ടില്ല, കാരണം അതിനെക്കുറിച്ച് ആരും എഴുതുകയോ പറയുകയോ ചെയ്തിട്ടില്ല. ഇത് ഞാനൊരു ഉദാഹരണം മാത്രം പറയുകയാണ്. ഇത് അതിനൊരു നമ്മൾ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്നൊക്കെ പറയുന്നത് മാർക്സിന്റെ ഇന്ത്യയെ കുറിച്ചുള്ള നിരീക്ഷണങ്ങളുടെ ഒരു ഭാഗം മാത്രമാണിത്. അപ്പൊ ഈ അർത്ഥത്തിൽ ഒരു ബ്രാഹ്മണിക്കൽ വിമർശനം വേറെ പല സ്ഥലങ്ങളിലും അദ്ദേഹം ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ അംബേദ്കറിന് മുൻപ് ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു ചിന്തകൻ അതേക്കുറിച്ച് ഇത്രയും സൂക്ഷ്മമായ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം മാർക്സാണ് അത് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ കാര്യത്തിലെങ്കിലും ഇന്ത്യൻ സ്ത്രീകളുടെ അസമത്വത്തിന്റെയും അസ്വാതന്ത്ര്യത്തിന്റെയും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ബ്രാഹ്മണിക്കൽ നിയമവ്യവസ്ഥയും ബ്രാഹ്മണിക്കൽ ചിന്തയുമാണ് ഇന്ത്യയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ തളച്ചിടുന്നത് എന്ന് ആദ്യമായി പറയുന്നത് കാൾ മാർക്സ് ആണ്. ഈ നരവംശാസ്ത്ര കുറിപ്പുകൾ അദ്ദേഹം അത് വളരെ വ്യക്തമായി തന്നെ പറയുന്നു. ഈ ഒരു ചിന്ത തന്നെ, അതായത് എത്രയോ വിദൂരത്തിരുന്നു കൊണ്ട് സെക്കൻഡറി സോഴ്സിനെ ആസ്പദമാക്കി അദ്ദേഹം നടത്തുന്ന നിരീക്ഷണങ്ങളിൽ പോലും ബ്രാഹ്മണിസത്തിന്റെ ഈ ഒരു തരം ഇടപെടലിന്റെ പശ്ചാത്തലം, അതിന്റെ മുഴുവൻ ശക്തിയോടുകൂടി മനസ്സിലാക്കുവാൻ മാർക്സിന് സാധിച്ചു എന്നുള്ളതാണ് ഈ നരവംശാസ്ത്ര കുറിപ്പുകൾ ഇന്ത്യയെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ പ്രസക്തമായി, ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ചോളം പ്രസക്തമാകുന്നത്. ഇത് ഒരു വശത്ത് അദ്ദേഹം ഇങ്ങനെ വളരെ കൃത്യമായ അദ്ദേഹത്തിന്റെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്, അതായത് ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയുടെ വിമർശനത്തിന്റെ ഒരു ഓബ്ജക്റ്റ്. കാരണം അതിനു മുമ്പ് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? മാർക്സ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ചലനാത്മകമല്ലാത്ത ഗ്രാമവ്യവസ്ഥകളുടെ സമുച്ചയമാണ്, ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഓറിയന്റൽ ഡെസ്പോട്ടിസം തുടങ്ങിയുള്ള വാക്കുകളിൽ കൂടി മാത്രമേ നമ്മൾ മാർക്സിന്റെ ഇന്ത്യയെ കുറിച്ചുള്ള പഠനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതൊക്കെ 50കളിലെയാണ്. 50കളിൽ അദ്ദേഹം എഴുതിയ
കത്തുകളിൽ നിന്നും കുറിപ്പുകളിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുള്ള സമാഹരിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മാർസിനെ കുറിച്ച് ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തുന്നത്. അതേസമയത്ത് 1881-82 കാലത്തെ, അതായത് സിലോണിലെയും ഇന്ത്യയിലെയും ഭൂബന്ധങ്ങളെ കുറിച്ചിട്ടുള്ള ലബോക്കിന്റെ പുസ്തകം അദ്ദേഹം പഠിക്കുന്നുണ്ട്, ഹെൻറി മെയിന്റെ പുസ്തകം അദ്ദേഹം പഠിക്കുന്നുണ്ട്, ഹെൻറി മോർഗന്റെ പുസ്തകം അദ്ദേഹം പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജോൺ ഫിയറിന്റെ പുസ്തകവും അദ്ദേഹം പഠിക്കുന്നുണ്ട്. അത് ഈ 4 പുസ്തകങ്ങളാണ് പ്രധാനമായും അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുള്ളത്. ആ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ഇന്ത്യയുമായി കൂടി ബന്ധപ്പെട്ട ഏഷ്യൻ സൊസൈറ്റി ഇന്ത്യയെ പറ്റിയുള്ളതല്ല, അത് അമേരിക്കൻ സൊസൈറ്റിയെ പറ്റിയുള്ളതാണ് മോർഗന്റേത്. അദ്ദേഹം പക്ഷെ ആ മോർഗനിൽ നിന്ന് അദ്ദേഹം എന്താണോ പഠിച്ചത്, ആ പഠിച്ചത് കൂടുതൽ വിശകലനാത്മകമായി മറ്റുള്ളവരുടെ നരവംശാസ്ത്ര കൃതികൾ പഠിക്കുമ്പോൾ അദ്ദേഹം അതാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പൊ ഏംഗൽസ് വളരെ ആവേശത്തോടു കൂടി മറ്റേ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ഭരണകൂടം, സ്വകാര്യ സ്വത്ത് ഭരണകൂടം എന്നുള്ള കുടുംബം സ്വകാര്യ സ്വത്ത് ഭരണകൂടം എന്നുള്ള പുസ്തകത്തിൽ മാർസിൽ നിന്ന് സ്വതന്ത്രമായി വൈരുദ്ധ്യവാദ ചിന്ത കണ്ടുപിടിച്ച ആളാണ് മോർഗൻ എന്നൊക്കെ എഴുതുന്നുണ്ട്. അത് വളരെ നമ്മളിപ്പം അബദ്ധം എന്നൊന്നും ഏംഗൽസിനെ പറ്റി പോലുള്ള ഒരാളിനെ പറ്റി പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും അദ്ദേഹം അങ്ങനെ വൈരുദ്ധ്യവാദ ചിന്തയുടെ അടിസ്ഥാനത്തിൽ നിഗമനത്തിലെത്തിയതല്ല മോർഗൻ. അങ്ങനെ മാർസ് പറയുന്നില്ല. അദ്ദേഹത്തിന് മോർഗന്റെ വൈരുദ്ധ്യവാദ ചിന്തയാണെന്ന് മാർസ് പറയുന്നില്ല. എന്ന് മാത്രമല്ല, എങ്ങനെയാണ് ആ കൃതി സൂക്ഷ്മമായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് മാർസ് വൈരുദ്ധ്യവാദ ചിന്തയുടെ അടിസ്ഥാനത്തിലേക്ക് മോർഗന്റെ ചിന്തകളെ മാറ്റുന്നത് എന്നുള്ളത്. ഞാൻ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. അത് കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് പെട്ടെന്ന് ബോധ്യപ്പെടുന്നതായതുകൊണ്ട് ഞാനത് പറയാം. അത് യഥാർത്ഥത്തിൽ ഏംഗൽസ് അത് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് പോലും അത് മനസ്സിലാകാതെ പോയ ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് മോർഗന്റെ പുസ്തകത്തിലെ അധ്യായങ്ങൾ, അത് മാർസ് കുറിപ്പെടുക്കുമ്പോഴത്തേക്കും അധ്യായങ്ങളുടെ ക്രമം മാറ്റുന്നുണ്ട്. അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി എത്ര ഇൻസൈറ്റ്ഫുൾ ആണ് മാർസ് എന്നുള്ളതിന്. ഉദാഹരണത്തിന് മോർഗന്റെ പുസ്തകത്തിന്റെ അധ്യായം ഇങ്ങനെയാണ്: ഭാഗം 1 ബുദ്ധിയുടെ വളർച്ച, നമ്മൾ ഈ ഹോമോസേപ്പിയൻസിന്റെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. 2 ഗവൺമെന്റ് എന്ന ആശയത്തിന്റെ വളർച്ച, അതായത് ഭരണകൂടം. ഗവൺമെന്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്, സ്റ്റേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. അപ്പൊ ആദ്യം ബുദ്ധിയുടെ വളർച്ച, പിന്നെ ഗവൺമെന്റിന്റെ വളർച്ച. 3 കുടുംബം എന്ന ആശയത്തിന്റെ വളർച്ച. അപ്പോൾ മോർഗന്റെ ചിന്ത പോകുന്നത് എങ്ങനെയാണ്? ബുദ്ധി ഉണ്ടാവുന്നു, സർക്കാർ ഉണ്ടാവുന്നു, ഭരണകൂടം ഉണ്ടാവുന്നു, കുടുംബം അതിനകത്ത് പ്രധാനമാകുന്നു, സ്വകാര്യ സ്വത്ത് എന്ന ആശയത്തിന്റെ വളർച്ച. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചാപ്റ്റേഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത്. മാർസിന്റെ നോട്ട് പുസ്തകത്തിൽ മാർസ് ഈ അധ്യായങ്ങളുടെ ക്രമം മാറ്റുകയാണ്. എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്? ബുദ്ധിയുടെ വളർച്ച ആദ്യത്തെ അത് തന്നെ. 2 കുടുംബം എന്ന ആശയത്തിന്റെ വളർച്ച, ഭരണകൂടമല്ല കുടുംബം. 2 സ്വകാര്യ സ്വത്ത് എന്ന ആശയത്തിന്റെ വളർച്ച. 3 ഗവൺമെന്റ് എന്ന ആശയത്തിന്റെ വളർച്ച. ഇങ്ങനെയാണ് അദ്ദേഹം നോട്ട് എടുക്കുന്നത് പോലും. അപ്പോ ഏംഗൽസിന്റെ പുസ്തകത്തിന്റെ ടൈറ്റിൽ എന്താണ്? അത് എവിടുന്ന് കിട്ടിയതാണ്? ഈ മാർസ് വൈരുദ്ധ്യാത്മകമായി മോർഗന്റെ പുസ്തകം വായിച്ചതിൽ നിന്നാണ്. അതുകൊണ്ട് അത് ഏംഗൽസിന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം അദ്ദേഹത്തെ ഗിവൺ എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ വൈരുദ്ധ്യവാദ ചിന്ത മോർഗന്റെ അല്ല. മോർഗൻ വളരെ വസ്തുനിഷ്ഠമായി ഈ കാര്യങ്ങളെ കുറിച്ചിട്ടും വർഗങ്ങൾ നിലവിലുണ്ടായിരുന്നത് എങ്ങനെയാണെന്നും സാമ്പത്തിക ഗണങ്ങൾ ആകുന്നതിന് മുമ്പ് തന്നെ വർഗങ്ങൾ, ലിംഗം തന്നെ വർഗം എന്നുള്ള രീതിയിലാണ് ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ മോർഗൻ നിരത്തുന്നുണ്ട്. അത് മാർസ് അപ്പോഴത്തേക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ സമ്പദ്ശാസ്ത്ര വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെയധികം സൈദ്ധാന്തിക മുന്നേറ്റം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ആ സൈദ്ധാന്തിക മുന്നേറ്റത്തിന് ഏറ്റവും അനുയോജ്യമായ, അല്ലെങ്കിൽ അത് കൂടുതൽ വികസിപ്പിക്കുന്നതിന് ആവശ്യമായ സൈദ്ധാന്തിക സന്നാഹങ്ങൾ, ബൗദ്ധിക സന്നാഹങ്ങൾ ഈ നരവംശ മനുഷ്യന്റെ ചരിത്ര പരിണാമത്തിൽ നിന്ന് കണ്ടെടുക്കേണ്ടതുണ്ട് എന്നുള്ള പുതിയ ഉൾക്കാഴ്ചയാണ് യഥാർത്ഥത്തിൽ മാർസ് ഇതിൽ നിന്ന് സ്വരൂപിക്കുന്നത്. അല്ലാതെ കേവലമായിട്ടുള്ള വസ്തുതകളുടെ വിവരണം മാത്രമല്ല, ഇതുകൂടി കൊണ്ട് പൂരിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്നതാണ് അദ്ദേഹം പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതില് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മാർസ് അത് മോർഗന്റെ കൃതികളുടെ പഠനത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഉൾക്കാഴ്ചകളാണ് ലബോക്കിന്റെയും മെയിന്റെയും ഒക്കെ പുസ്തകങ്ങൾ പഠിക്കുന്നതിൽ അദ്ദേഹം ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇന്ത്യയുടെ കാര്യത്തിൽ, ഇന്ത്യയുടെ വിശകലനത്തിന്റെ കാര്യം എത്തിയപ്പോൾ വളരെ കൃത്യമായി അദ്ദേഹത്തിന് ഏതാണ് എലീറ്റ് ഗ്രൂപ്പ്, ഈ എലീറ്റ് ഗ്രൂപ്പ് എങ്ങനെയാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്, ഇന്ത്യയെ സംബന്ധിച്ചോളം ആരാണ് ഈ ഇന്റലക്ച്വൽ പൊളിറ്റിക്കൽ എലീറ്റ് എന്നുള്ളത് വളരെ കൃത്യമായി അദ്ദേഹത്തിന് വീണ് കിട്ടുകയാണ് അദ്ദേഹത്തിന്റെ അനാലിസിസ്. അത് അദ്ദേഹത്തിന്റെ വിചാര മാതൃകയിലേക്ക് വളരെ സ്വാഭാവികമായി വരികയും അദ്ദേഹം തന്റെ വിമർശനത്തിന്റെ കുന്തമനം മുഴുവനും ബ്രാഹ്മണത്തിനെതിരെ തിരിച്ചു വെക്കുകയുമാണ്. അത് മാർസിന് മുമ്പ് ഒരു ചിന്തകനും അത് ചെയ്തിട്ടില്ല. പിന്നെ മാർസിന് ശേഷം, യഥാർത്ഥ മാർസിന് ശേഷം അത്തരമൊരു രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്ന അംബേദ്കറാണ്. അത് യഥാർത്ഥത്തിൽ മാർസ് അംബേദ്കറും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ വർഗം എന്താണ് എന്ന് പറഞ്ഞു എന്നുള്ള തരത്തിലുള്ള, അല്ലെങ്കിൽ ജാതി എന്താണ് എന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഇന്ന് ഈ പുതിയ നരവംശാസ്ത്ര കുറിപ്പുകളുടെയും കൂടി പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അംബേദ്കറിനെ മുൻകൂട്ടി കണ്ട
ഒരു ചിന്തകനായിരുന്നു മാർക്സ് ഇന്ത്യയുടെ സന്ദർഭത്തിൽ എന്നുള്ളത് വളരെ കൃത്യമാവുകയാണ്. കാരണം ഈ ജാതിയെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ മറ്റ് വിശകലനങ്ങളുണ്ട്. ഇതുമായി ഞാനത് മുഴുവൻ ഇപ്പോൾ ആവർത്തിക്കുന്നില്ലെങ്കിൽ പോലും, കാരണം അതൊരു പുസ്തകത്തിന്റെ ആണെന്ന് നിങ്ങൾക്കറിയാം. ഒരു പുസ്തകം മുഴുവനും പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. ആ ഇന്ത്യയിലെ ബ്രാഹ്മണിസവുമായി ബന്ധപ്പെട്ട വിമർശനം, അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമാണ് ഇന്ത്യ ചരിത്രം മാർക്സ് ക്രോഡീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. 800 പേജുകളുള്ള ഒരു പുസ്തകമാണ്, കുറിപ്പുകളാണ് ഇന്ത്യ ചരിത്രത്തെ കുറിച്ച് മാർക്സ് തയ്യാറാക്കിയത്. ഈ 50കളിലെ ചെറിയ കുറിപ്പുകൾ മാത്രമല്ല, അതിൽ വളരെ നിശിതമായി അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ കടന്നു കയറിയതെന്നും എങ്ങനെയാണ് ഇന്ത്യയിലെ സുതുലമ ബന്ധങ്ങളെ മാറ്റിമറിച്ചതെന്നും ഉള്ളതിനെ കുറിച്ചുള്ള നിശിതമായ വിമർശനങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹം എവിടുന്നാണ് എഴുതുന്നത്? അദ്ദേഹം ബ്രിട്ടീഷുകാരെ പറ്റി പറയുമ്പോഴൊക്കെ വേട്ടപ്പട്ടികൾ, നായകൾ എന്നൊക്കെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അവര് അമ്പലം കീഴടക്കി, അവര് ഈ മുസ്ലിം ഭരണാധികാരിയെ കീഴടക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ വ്യക്തമായ പക്ഷപാതത്തോടെ, കൊളോണിയൽ വിരുദ്ധമായ പക്ഷപാതത്തോടു കൂടിയാണ് അദ്ദേഹം കേരളത്തെ കുറിച്ചും അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. കേരളത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഇതിങ്ങനെ ഒരു ബ്രാഹ്മണിക്കൽ ഐഡിയോളജി ഇങ്ങനെ കിടക്കുന്ന ഒരു ചെറിയൊരു പ്രദേശമാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം കേരളത്തെക്കുറിച്ചും അതിൽ പറയുന്നുണ്ട്. അതായത് ഏതാണ്ട് 1000 ആണ്ടുകളോളമുള്ള അല്ലെങ്കിൽ 2000 ആണ്ടുകളോടുള്ള ഇന്ത്യ ചരിത്രത്തെ സംഗ്രഹിക്കുന്ന ഒരു പ്രക്രിയ അദ്ദേഹം നടത്തുകയും അത് അദ്ദേഹം ചെയ്തു വെക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രോണോളജിയാണ്, ഇന്ന വർഷം ഇന്നത് സംഭവിച്ചു എന്നുള്ള രീതിയിൽ ആ ക്രോണോളജി, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം വരുമ്പോഴത്തേക്കും അദ്ദേഹം കൃത്യമായി, നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കുറിപ്പുകൾ 50കളിലെ കുറിപ്പുകളിൽ കാണുന്ന ഒരു മാർക്സിനെ അല്ല നമ്മൾ ഈ കൊളോണിയൽ കുറിപ്പുകളിൽ കാണുന്നത്. തികച്ചും ഒരു പോസ്റ്റ് കൊളോണിയൽ പൊസിഷൻ എടുത്ത ആദ്യത്തെ ചിന്തകൻ എന്നുള്ള രീതിയിൽ വരുന്നതും മാർക്സ് തന്നെയാണ്. ആ കൊളോണിയൽ കുറിപ്പുകൾ, കൊളോണിയലിസത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റേറ്റീവ് ആകുന്നത് എന്നുള്ളത്, അതിവിടെ മാത്രമല്ല, അദ്ദേഹം അത് എങ്ങനെയാണ് ഈജിപ്തിലും മറ്റു പ്രദേശങ്ങളിലും ഫ്രഞ്ച് ഇമ്പീരിയലിസം ചെയ്തത് എന്താണ്, ജർമ്മൻ ഇമ്പീരിയലിസം ചെയ്യുന്നത് എന്താണ്, ബ്രിട്ടീഷ് ഇമ്പീരിയലിസം ചെയ്യുന്നത് എന്താണ്, ഇന്ത്യയിൽ ചെയ്യുന്നത് എന്താണ്, അത്തരത്തിലുള്ള ഒരു താരതമ്യം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹം എപ്പോഴും പറയുന്നുണ്ട്, അറബികളെ പുറത്താക്കാൻ വേണ്ടിയാണ് ഈ ലാൻഡ് നിയമം, അറബികൾക്ക് ഭൂമിയിലുള്ള അവകാശം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഫ്രഞ്ച് ഇമ്പീരിയലിസം അവിടെ ഭൂനിയമങ്ങൾ നടപ്പിലാക്കുന്നത് എന്ന് മാർക്സ് പറയുന്നുണ്ട്. അന്ന് മറ്റൊരാൾക്കും കിട്ടാത്ത ഒരു ഇൻസൈറ്റ് ആണ് അദ്ദേഹത്തിന് അതിൽ നിന്ന് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഇതിനകത്ത് ഇടപെടുന്നത്, എങ്ങനെയാണ് ഇത് ലാൻഡ് മറ്റുള്ളവർക്കായി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് മാത്രമായി അല്ലെങ്കിൽ കൊളോണിയലിസ്റ്റുകൾക്ക് മാത്രമായി കിട്ടത്തക്ക രീതിയിൽ ഇവർ നിയമങ്ങളെ തന്നെ മാറ്റിമറിക്കുന്നത്, എന്ത് പ്രത്യാഘാതങ്ങളാണ് ഈ സമൂഹങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അറബികളുടെ ഭൂമി പിടിച്ചെടുക്കുന്നത്? അറബികൾ ഒരു സാമ്പത്തിക ശക്തിയായി നിലനിൽക്കുകയാണെങ്കിൽ നാളെ കൊളോണിയലിസ്റ്റ് ഒരു ഭീഷണിയാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുകൂടിയാണ് ഈ ഭൂനിയമം ഇപ്പോൾ ഇവർ ഇവിടെ നടപ്പിലാക്കുന്നത് എന്ന് നടപ്പിലാക്കുന്ന സമയത്ത് പറയുന്ന ആളാണ് മാർക്സ്. എഴുതി വെക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ മാത്രമല്ല, അദ്ദേഹം ഈ ഒരു മാർക്സിനെ, അതായത് ഇത്തരത്തിൽ കൊളോണിയലിസത്തെ വ്യത്യസ്തമായി കാണുന്ന, ജാതി വ്യവസ്ഥയെ വ്യത്യസ്തമായി കാണുന്ന, ബ്രാഹ്മണിക്കൽ പ്രത്യയശാസ്ത്രത്തെ വ്യത്യസ്തമായി കാണുന്ന, സാമൂഹിക സംവിധാനത്തെ തന്നെ വ്യത്യസ്തമായി കാണുന്ന ഒരു മാർക്സ് നമ്മളിൽ നിന്നും പൂർണ്ണമായിട്ടും മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഇത്രയും കാലം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് നരവംശാസ്ത്ര കുറിപ്പുകൾ നമ്മൾ പഠിക്കുന്നതിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. ഇത്തരം ഒരു മാർക്സിനെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമുക്ക് അംബേദ്കറുടെ വർഗവും ജാതിയുമായി ബന്ധപ്പെട്ട ചിന്തകളിലേക്ക് ഒന്ന് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ, നമുക്കറിയാം, ഞാനത് മുമ്പ് എഴുതിയിട്ടുള്ളതാണെങ്കിൽ തന്നെയും അതൊന്ന് ആ ഒരു ഭാഗം ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട് ഇവിടെ. എങ്ങനെ അതിനെ നമുക്ക് ബന്ധിപ്പിക്കാം എന്നുള്ളത് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ അദ്ദേഹം 1916, അതായത് സോവിയറ്റ് വിപ്ലവം നടക്കുന്നതിന് ഒരു വർഷം മുമ്പാണ് അദ്ദേഹം ഈ കാസ്റ്റ് ഇൻ ഇന്ത്യ, ദ മെക്കാനിസംസ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള, ജെനിസിസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൃതി അംബേദ്കർ എഴുതുന്ന 1916 അത് സോവിയറ്റ് യൂണിയനിലെ വിപ്ലവം നടക്കുന്നതിനും തൊട്ട് മുൻപുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം എഴുതുന്നത്. അതിനകത്താണ് ആദ്യമായിട്ട് അദ്ദേഹം സമഗ്രമായിട്ട് ഈ ജാതി എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശകലനം മുന്നോട്ട് വെക്കുന്നത്. അതിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല. അത് കൂടുതൽ വികസിപ്പിക്കുകയും അതിന്റെ സൈദ്ധാന്തിക ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതാണ് അദ്ദേഹം കൂടുതലും വികസിപ്പിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ജാതിയെ കുറിച്ചിട്ട് പറയുന്നത്. അത് പിന്നെ ഈ ബുദ്ധാൻ കാൾ മാർക്സ് എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഇതിനോടുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ നമ്മൾ പരിശോധിക്കാൻ അർത്ഥമുള്ളൂ. പലരും മാർക്സിനെയും അംബേദ്കറിനെയും വളരെ പെട്ടെന്ന് സമന്വയിപ്പിക്കാം എന്നൊരു ധാരണ വെച്ചു പുലർത്തുന്ന ചിന്തകരുണ്ട്. അതായത് മാർക്സ് പറഞ്ഞ വർഗം എന്ന് പറയുന്നത്, ജാതി എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് സമന്വയിപ്പിക്കാവുന്നേ ഉള്ളൂ. രണ്ടും എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് പറയുന്നതല്ലേ, ഇതിലൊക്കെ എന്തിനാണ് ഇത്ര വലിയ തർക്കം എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അംബേദ്കർ എന്താണ് വർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ നമുക്ക് ജാതിയും വർഗവും തമ്മിൽ ഇത് അംബേദ്കർ പറയുന്നത് മാർക്സുമായി ബന്ധപ്പെട്ട കാര്യമാണോ അല്ലയോ എന്നുള്ളത് തീർച്ചപ്പെടുത്താൻ സാധിക്കില്ല. വളരെ കൃത്യമായി ബുദ്ധാൻ കാർൾ മാർക്സ് എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ വർഗം എന്ന് പറയുന്നത് ഇസ് നോട്ട് എൻ ഇക്കണോമിക് കാറ്റഗറി,
ഒരു സാമ്പത്തിക ഗണമല്ല എന്ന് അംബേദ്കർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാർക്സിന്റെ വർഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു സാമ്പത്തിക ഗണമാണ്. ഇത് സാമ്പത്തിക ഗണമല്ല ആയിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇറുഗ്വേ സമൂഹത്തെ കുറിച്ചിട്ടുള്ള ഈ നരവംശാസ്ത്ര കുറിപ്പുകളിലെ മാർക്സിന്റെ പുതിയ വിശകലനവും വർഗങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശകലനവും അംബേദ്കറിന്റെ വിശകലനവും തമ്മിലുള്ള സാമ്യത കണ്ടെത്താൻ സാധിക്കും. കാരണം അദ്ദേഹം പറയുന്നത് ഈ വർഗങ്ങൾ ഉണ്ടായത് സാമ്പത്തിക വർഗങ്ങൾ എന്നുള്ള രീതിയിലല്ല എന്ന് മാർക്സ് ആദ്യം മനസ്സിലാക്കുന്നത് ഈ നരവംശാസ്ത്ര കുറിപ്പുകളുടെ പഠനത്തിലാണ്. എങ്ങനെയാണ് അംബേദ്കർ സ്വതന്ത്രമായി അത് മനസ്സിലാക്കി? അംബേദ്കർ ഇപ്പോൾ നരവംശാസ്ത്ര കുറിപ്പുകൾ വായിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് വ്യക്തമായിട്ട് അറിയാം അത് അവൈലബിൾ ആയിരുന്നില്ല എന്നുള്ളത് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ മാർക്സിന്റെ ചിന്തയും അംബേദ്കറുടെ ചിന്തയും തമ്മിലുള്ള സമാനത വരുന്നത് ഈ നരവംശാസ്ത്ര കുറിപ്പുകളിൽ വർഗങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ളത് ഇറുഗ്വേ പോലെയുള്ള ഗോത്ര സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന സാമൂഹിക ജനാധിപത്യത്തിന്റെ അന്തരീക്ഷം എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ മാർക്സ് ശ്രമിക്കുന്നതിലൂടെയാണ്. അതിലൂടെ അദ്ദേഹം എത്തിച്ചേരുന്ന വളരെ വിപ്ലവകരമായിട്ടുള്ള ചില നിഗമനങ്ങളുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഒന്ന് പൂർത്തിയാക്കിയിട്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കാം. അപ്പോ കാസ്റ്റിനെ പറ്റി അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങൾ, അതായത് ഇൻ സ്പൈറ്റ് ഓഫ് ദി കോമ്പോസിറ്റ് മേക്കപ്പ് ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷൻ there is a deep cultural unity. അതായത് ഇത് അംബേദ്കർ പറഞ്ഞതാണ്. അതായത് ഇൻ സ്പൈറ്റ് ഓഫ് ദി കോമ്പോസിറ്റ് മേക്കപ്പ് ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷൻ, വളരെ സങ്കീർണമായ ഇന്ത്യൻ ജനതയുടെ ഘടനയ്ക്കുപരിയായി ഒരു യൂണിറ്റി ഉണ്ട്. ആ യൂണിറ്റിയാണ് അദ്ദേഹം മറ്റേ ജാതി വ്യവസ്ഥയും അതുമായി ബന്ധപ്പെട്ട കാര്യം. അതൊരു വലിയ പോസിറ്റീവ് സാധനം എന്നുള്ള രീതിയിലല്ല അദ്ദേഹം പറയുന്നതാണെന്ന ഈ ദേശീയ ഉദ്ഗ്രഥനമല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് കാസ്റ്റ് ഈസ് എ പാഴ്സലിംഗ് ഇൻ ടു ബിറ്റ്സ് ഓഫ് എ ലാർജർ കൾച്ചറൽ യൂണിറ്റ്. അപ്പൊ ഈ ഏകത്തിനകത്ത് പാഴ്സലിംഗ് ഇൻ ടു ബിറ്റ്സ് ഓഫ് എ ലാർജർ കൾച്ചറൽ യൂണിറ്റ്, അതായത് ഒന്നായി നിന്നിരുന്ന ഒന്നിനെ പലതാക്കി വിഭജിച്ച് ഈ വ്യവസ്ഥക്കുള്ളിൽ തന്നെ നിലനിർത്തിയ ഒരു ചരിത്ര പ്രക്രിയയാണ് ജാതി. അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായി വരുന്നത് ഈ വിശകലനത്തിലൂടെയാണ്. ഇങ്ങനെ അദ്ദേഹത്തെ മനസ്സിലാക്കുമ്പോഴാണ്, ഇത് മൂന്നും ചേർത്ത് വെച്ച് പറയുമ്പോഴാണ്. മൂന്നാമത് അദ്ദേഹം പറയുന്നത് there was one caste to start with എന്നാണ്. തുടക്കത്തിൽ there was one caste to start with, അതായത് ആദ്യം ഒരു ജാതി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താണ് സംഭവിച്ചത്? Classes have become caste through imitation and excommunication എന്നാണ്. അതായത് അനുകരണത്തിലൂടെയും എക്സ്കമ്മ്യൂണിക്കേഷനിലൂടെയും പുറത്താക്കലിലൂടെയുമാണ് ജാതി ഉണ്ടായത് എന്നാണ് കൃത്യമായി അംബേദ്കർ കണ്ടെത്തുന്നത്. ഇതിന് സമാനമായിട്ടുള്ള ഒരു വിശകലനമാണ് നരവംശാസ്ത്ര കുറിപ്പുകളിൽ ഗോത്ര സമൂഹങ്ങളിലെ വർഗ വ്യവസ്ഥയെക്കുറിച്ചുള്ള മാർക്സിന്റെ വിശകലനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മാർക്സ് അംബേദ്കർ സംവാദം എന്ന് പറയുന്ന ഇത്രയും നാൾ നമ്മൾ ചെയ്തതുപോലെ വളരെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരാൾ വർഗത്തെക്കുറിച്ച് പറഞ്ഞു മറ്റൊരാൾ ജാതിയെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതല്ല, മറിച്ച് ചരിത്ര നരവംശാസ്ത്ര കുറിപ്പുകളിൽ മാർക്സ് വർഗത്തെക്കുറിച്ച് പറഞ്ഞ വർഗത്തിന്റെ പരിണാമത്തെക്കുറിച്ച് പറഞ്ഞു. കാരണം ആദ്യം സാമ്പത്തിക വർഗങ്ങളല്ല ഉണ്ടായിരുന്നത് എന്ന് മാർക്സ് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അംബേദ്കർ കണ്ടെത്തിയതുപോലെ തന്നെ മാർക്സ് കണ്ടെത്തുന്നതും സമ്മതിക്കുന്നതുമാണ് ഇത് ആദ്യം വർഗങ്ങൾ എന്ന് പറയുന്ന സാമ്പത്തിക വർഗങ്ങളായിരുന്നില്ല. ആ സാമ്പത്തിക വർഗങ്ങളായത് ഒരു ചരിത്ര പ്രക്രിയയിലൂടെയാണ് എന്നുള്ളത് സ്വതന്ത്രമായി മാർക്സ് കണ്ടെത്തുകയാണ് ഈ നരവംശാസ്ത്ര കുറിപ്പുകളുടെ പഠനത്തിലൂടെ ചെയ്യുന്നത്. അത് ഏതാണ്ട് സമാനമായ ഒരു വിശകലനമാണ് ജാതിയെ കുറിച്ചിട്ടുള്ള വിശകലനത്തിൽ അംബേദ്കർ നൽകുന്നത്. അതിനപ്പുറത്ത് അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന് ക്ലാസ് ഈസ് എ പ്രീ കാസ്റ്റ് ഫോർമേഷൻ കാറ്റഗറി എന്നുള്ളതാണ്. ക്ലാസ് എന്ന് പറയുന്നത് പ്രീ കാസ്റ്റ് ഫോർമേഷൻ കാറ്റഗറിയാണ് ആരെ സംബന്ധിച്ചിടത്തോളം, അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ചരിത്രത്തിലുടനീളം വർഗസമരം ഉണ്ടായിരുന്നു എന്നുള്ള മാർക്സിന്റെ നേരത്തെ കണ്ടെത്തൽ അദ്ദേഹം തന്നെ പുതുക്കുന്നത് ആ വർഗങ്ങൾ നിശ്ചിതമായും സാമ്പത്തിക വർഗങ്ങളായിരുന്നിരിക്കണമില്ല എന്നുള്ളതിലൂടെയാണ്. അപ്പൊ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ അംബേദ്കറുടെ ഒരു പഠനത്തിലും സ്വതന്ത്രമായ പഠനത്തിലും തെളിഞ്ഞു വരുന്ന ഒരു കാര്യം. അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്സിന്റെ നരവംശാസ്ത്ര പഠനങ്ങൾ അദ്ദേഹത്തെ കാരണം അതിനു മുമ്പ് അദ്ദേഹം നരവംശാസ്ത്രം പഠിക്കുന്നില്ല. നരവംശാസ്ത്രം പഠിച്ചുകൊണ്ടല്ല, നേരിട്ട് നരവംശാസ്ത്രം പഠിക്കുന്നതിലൂടെ അല്ല അംബേദ്കർ ഇതിലേക്ക് എത്തുന്നത്. പക്ഷെ ഇന്ത്യയെ പഠിക്കുന്നതിന് ഇന്ത്യയുടെ നരവംശാസ്ത്രവും ചരിത്രവും വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയി പഠിക്കുകയാണ് അംബേദ്കർ ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ അദ്ദേഹം എത്തിയ നിഗമനത്തിന് സമാനമായ നിഗമനങ്ങൾ അതിന് 40 കൊല്ലം മുമ്പ് മാർക്സ് ഈ നരവംശാസ്ത്ര പഠനങ്ങളിലൂടെ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതായത് നരവംശാസ്ത്ര പരിണാമം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഭാവി രാഷ്ട്രീയത്തിന്റെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ അനിവാര്യമായ ഒരു
ഘടകമായി മാറുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ചയാണ് യഥാർത്ഥത്തിൽ മാർക്സിന് ഈ നരവംശാസ്ത്ര കുറിപ്പുകൾ പഠിക്കുന്നതിലൂടെ കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അംബേദ്കറുമായി ചേർത്ത് വെച്ച്, അംബേദ്കറിന്റെ പഠനവുമായി ചേർത്ത് വെച്ച് മനസ്സിലാക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഈ മാർക്സ്, നമുക്കറിയാം മാർക്സ് ഈ ബേസ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു മെറ്റഫറാണത്. അത് മനസ്സിലാക്കുന്നതിന് തന്നെ വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ഒന്നാണ് ഈ ബേസ് സൂപ്പർ സ്ട്രക്ചർ. അതായത് സാമ്പത്തിക അടിത്തറയാണ് ഉപരിഘടനയെ നിർണ്ണയിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് പലരും ഈ മാർക്സിന്റെ ബേസ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന മെറ്റഫറിനെ മനസ്സിലാക്കുന്നത്. ഇതിലൂടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇത്തരത്തിലൊരു യൂണിലീനിയർ ആയിട്ടുള്ള രേഖീയമായിട്ടുള്ളൊരു ബന്ധം മാർക്സ് പറയുന്നില്ല. മാർക്സ് അങ്ങനെ പറയുന്നില്ല, ഇതാണ് നിർണ്ണയിക്കുന്നത് പറയുന്നത്. യഥാർത്ഥത്തിൽ മാർക്സ് എന്താണ് പറയുന്നത്? അത് ഉദാഹരണത്തിന് നമ്മൾ ഒരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമുക്കിപ്പോൾ സ്വകാര്യ സ്വത്തുണ്ട്. ഈ നിങ്ങളുടെ സ്വകാര്യ സ്വത്തിലേക്ക് ആരെങ്കിലും കടന്നു കയറിയാൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാം. കോടതിയിൽ പോകുമ്പോൾ കോടതി നിങ്ങളുടെ ഇതിൽ കടന്നു കയറിയതാണ് എന്ന് ബോധ്യമുള്ളപ്പോൾ കോടതി അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി നൽകുന്നു. അപ്പൊ നമ്മൾ എന്താ പറയുക? കോടതി ഭരണകൂടം നമ്മുടെ സ്വകാര്യ സ്വത്തിനെ സംരക്ഷിച്ചു. മാർക്സ് യഥാർത്ഥത്തിൽ ബേസ് സൂപ്പർ സ്ട്രക്ചർ ബന്ധം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് അനുകൂലമായി ഈ വിധി തന്ന കോടതി അവിടെ ഉണ്ടായത്, ഈ നിയമം അവിടെ ഉണ്ടായത് ഈ സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ തിരിച്ചല്ല. കോടതി സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കുകയല്ല, മറിച്ച് സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ സ്ഥാപനമാണ് കോടതി എന്നാണ് ഈ ബേസ് സൂപ്പർ സ്ട്രക്ചർ ബന്ധത്തിലൂടെ മാർക്സ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മറ്റൊന്നല്ല, മറ്റേതിന് ഇതിനെ നിർണ്ണയിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ആ ഉപരിഘടനകൾ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ഈ സാമ്പത്തിക ബന്ധങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. അതുതന്നെയാണ് പിന്നീട് ഹെജിമോണിക് ഐഡിയ എന്നുള്ള രീതിയിൽ ഗ്രാംഷി വികസിപ്പിച്ചത്. അതുതന്നെയാണ് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റർ വികസിപ്പിച്ചത്. ഇത് തുടങ്ങുന്നത് മാർക്സിന്റെ ഈ അനാലിസിൽ നിന്നാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ആ ധാരയുടെ ഒരു അനുസ്യൂതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ അനുസ്യൂതിയെ ചോദ്യം ചെയ്യും. ആ അനുസ്യൂതിയുടെ അടിസ്ഥാനത്തിൽ അംബേദ്കർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അംബേദ്കർ ഈ മെറ്റഫർ ഉപയോഗിക്കുന്നുണ്ട്. ഈ മെറ്റഫർ ഉപയോഗിച്ചിട്ട് പക്ഷേ അംബേദ്കർ ചോദിക്കുന്ന നിശ്ചിതമായ ഒരു ചോദ്യമുണ്ട്. അത് നമ്മളൊരു കെട്ടിടം പണിയുകയാണെന്ന്, നിങ്ങൾ ആദ്യം പണിയുന്നത് അടിത്തറയായിരിക്കും. പക്ഷെ നിങ്ങളൊരു കെട്ടിടം പൊളിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണ് പൊളിച്ചു തുടങ്ങുക? മേൽക്കൂരയാണ് പൊളിച്ചു തുടങ്ങുക. കാരണം മേൽക്കൂര പൊളിച്ചാലേ ഈ അടിത്തറ പൊളിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ യാന്ത്രികമായി മാർക്സിനെ മനസ്സിലാക്കിയിരുന്നവർ സാമ്പത്തിക ഘടന മാറാതെ ഈ ഉപരിഘടനകൾ മാറുകയില്ല എന്നുള്ള ഒരു catch 22 എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു കെട്ടുപാടിൽ കിടന്ന് കറങ്ങുമ്പോൾ ആ ജോർജിയൻ നോട്ടിനെ അംബേദ്കർ ഭേദിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഉപരിഘടനാ പ്രതിഭാസങ്ങൾക്ക് അതിൻ്റെതായ ഓട്ടോണമി ഉണ്ട്. അതാണ് പിൽക്കാലത്ത് ഗ്രാംഷിയും പിൽക്കാലത്ത് അൽത്തുസറും ഒക്കെ പറഞ്ഞത്. അതാദ്യം പറയുന്നത് അംബേദ്കറാണ്. ഈ മെറ്റഫറിനെ തന്നെ ഉപയോഗിച്ചിട്ട് മാർക്സിനെ തിരിച്ചിടുന്നത്, അതായത് മാർക്സ് എങ്ങനെയാണോ ഹെഗലിനെ തിരിച്ചിട്ടു എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ, അതുപോലെ മാർക്സിനെ തിരിച്ചിടുകയാണ് യഥാർത്ഥത്തിൽ അംബേദ്കർ ഈ ഉപമ തിരിച്ചിടുന്നതിലൂടെ ചെയ്യുന്നത്. ആദ്യം പൊളിക്കേണ്ടത് ഉപരിഘടനയാണ്, അത് പൊളിച്ചു തുടങ്ങാതെ ഈ അടിത്തറയെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. അത് അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ഈ സവിശേഷ സാഹചര്യത്തിൽ നിന്നാണ്. ഈ ജാതി വ്യവസ്ഥയെ അനിഹിലേറ്റ് ചെയ്യാതെ പ്രൊലറ്റേറിയൻ യൂണിറ്റി സാധ്യമല്ല എന്ന് പറഞ്ഞത് അംബേദ്കറാണ്. അത് ആ വാക്ക് തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. പ്രൊലറ്റേറിയൻ യൂണിറ്റി എന്ന് പറയുന്നത് ഈ ജാതി വ്യവസ്ഥയുടെ അനിഹിലേഷനിൽ കൂടി മാത്രമേ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ജാതിപരമായി വിഭജിച്ച് ഇരിക്കും എന്നുള്ളതാണ്. ഏതാണ്ട് സമാനമായ ഒരു നിലപാടാണ് ഈ നരവംശാസ്ത്ര ഗ്രൂപ്പുകളിൽ മാർക്സും എടുക്കുന്നത്. കാരണം ഇതൊരു ബ്രാഹ്മണിക്കൽ പ്രത്യയശാസ്ത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള ഇന്ത്യയിലെ സകല നിയമങ്ങളും സകല ഉപരിഘടനകളും പ്രവർത്തിക്കുന്നത് എന്നുള്ള വളരെ നിശ്ചിതമായ ഒരു കണ്ടെത്തലിലേക്ക് മാർക്സ് അവിടെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കുടുംബം എന്ന് പറയുന്ന കുടുംബം എന്ന് പറയുന്ന സ്ഥാപനത്തെ മാർക്സ് വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഏംഗൽസിന്റെ പുസ്തകം വായിച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പുതിയ ഇൻസൈറ്റും കിട്ടുന്നില്ല. മോർഗൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ്, മാർക്സ് അംഗീകരിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് പറയാം. നമ്മുടെ പ്രിയപ്പെട്ട സോമശേഖരനൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കൂടുതലായിട്ട് ആശ്രയിച്ചത് ഈ ഹേഗൽസിന്റെ പുസ്തകത്തെയാണ്. അദ്ദേഹം വളരെ ഉൾക്കാഴ്ചയുള്ള ഒരു എഴുത്തുകാരനാണ്. അതുകൊണ്ട് ഹേഗൽസിനെ തന്നെ വിമർശിച്ചുകൊണ്ട് സോമശേഖരൻ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നത് പിന്നെ ദിവാകരനും കരുണാകരനും ഒക്കെ അത് ഓർമ്മയുണ്ടാവും. അത് ആ പുസ്തകം എഴുതിയ ഒരു കാലം, സോമശേഖരൻ ആ പുസ്തകം എഴുതിയ ഒരു കാലം വളരെ നല്ല ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു. കാരണം EMSന്റെ വളരെ യാന്ത്രികമായിട്ടുള്ള നിലപാടിനെ വിമർശിച്ചുകൊണ്ടാണ് സോമശേഖരൻ ആ പുസ്തകം എഴുതുന്നത്. പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ്. പക്ഷെ അദ്ദേഹം ആശ്രയിക്കുന്നത് ഈ ഏംഗൽസിന്റെ പുസ്തകത്തെയാണ്, നരവംശാസ്ത്ര കുറിപ്പുകളെയല്ല. നരവംശാസ്ത്ര കുറിപ്പുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ വിമിൻ ആർ എ ഡിഫീറ്റഡ് ക്ലാസ് എന്നൊക്കെയുള്ള പ്രയോഗം യഥാർത്ഥത്തിൽ മാർക്സിന്റെ അല്ല. മാർക്സ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഏംഗൽസ് കഴിഞ്ഞിട്ടതാണ്. ഹിസ്റ്റോറിക്കൽ ഡിഫീറ്റ് ഓഫ് ദി ഫിമെയിൽ സെക്സ് എന്നുള്ള പ്രയോഗം മാർക്സ് നടത്തുന്നല്ല. അത് റയാദുനോവ്സ്കെ പോലെയുള്ള മാർക്സിസ്റ്റ് ചിന്തകർ തന്നെയും പിന്നീട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഏംഗൽസ് കയ്യിൽ നിന്നിട്ടതാണ്, അത് യഥാർത്ഥത്തിൽ മാർക്സ് പറഞ്ഞതല്ല. അതുപോലെ തന്നെ ഈ കുടുംബം എന്ന് പറയുന്ന അത് ഒരു പ്രത്യയശാസ്ത്ര സ്ഥാപനമാണ് എന്നും അത്
അതുണ്ടാകുന്നതിന്റെ ചരിത്രപരമായ പരിണാമത്തിൽ കൂടെയാണ് ഇന്ന് നമ്മുടെ ഈ മുതലാളിത്ത കുടുംബത്തിലേക്ക്, പാട്രിയാർക്കൽ കുടുംബത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ വിശദമായ ഒരു വിശകലനം ഈ നരവംശാസ്ത്ര കുറിപ്പുകളിൽ മാർക്ക് നൽകുന്നത്. കുടുംബം ഒരു പ്രത്യയശാസ്ത്രമാണ് എന്നും ഇത് ചരിത്രബദ്ധമായിട്ടുള്ള ഒന്നാണ് എന്നും ഇത് സ്വാഭാവികമായി ഉണ്ടായതല്ല എന്നും അതിനപ്പുറം നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കൂടി മാർക്സ് പറയുന്നുണ്ട്. ഈ ജെൻഡർ ഡിവിഷൻ എന്ന് പറയുന്നതും സ്ത്രീകളുടെ അടിച്ചമർത്തൽ എന്ന് പറയുന്നതും പലരും ധരിക്കുന്നത് പോലെ മുതലാളിത്തത്തിന്റെ കാലത്ത് ഉണ്ടായതല്ല, അല്ലെങ്കിൽ മറ്റു സമൂഹങ്ങളുടെ കാലത്ത് ഉണ്ടായതല്ല. ഈ പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ തന്നെ, അതായത് അഗ്രികൾച്ചർ എന്നാണോ നമ്മൾ കൃഷി തുടങ്ങിയ കാലത്ത് തന്നെ ഈ വിഭജനവും ഉണ്ടാവുകയും അത് സ്ത്രീകളുടെ അസമത്വത്തിന് കാരണമാവുകയും ചെയ്തു എന്നുള്ള വളരെ നിശ്ചിതമായ ഒരു നിരീക്ഷണമാണ്. അത് കാർഷിക വൃത്തിയിലേക്ക്, ഈ ഹോമോസാപ്പിയൻസ് കാർഷിക വൃത്തിയിലേക്ക് ഏർപ്പെട്ട കാലഘട്ടത്തിലാണ് ഇതുണ്ടായത്. അപ്പൊ എത്ര നമ്മൾ പലപ്പോഴും ഇപ്പൊ ഫെമിനിസ്റ്റ് രാഷ്ട്രീയത്തിൽ തന്നെയാണെങ്കിലും മാർക്സിനെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എന്ന് ഫെഡറിച്ചിയെ പോലുള്ള വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഫെഡറിച്ചിയെ പോലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ഞാനൊന്ന് നോക്കി. ഈ 2018 പുസ്തകം ഇത്രയും കൃത്യമായി മാർക്സിനെ ഫെമിനിസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ഫെമിനിസ്റ്റ് രാഷ്ട്രീയത്തിലേക്ക് മാർക്സ് കടക്കുന്നില്ല, അല്ലെങ്കിൽ മൂലധനത്തിൽ ഫെമിനിസ്റ്റ് രാഷ്ട്രീയം ശരിയായ രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള രചന തന്നെയാണ് ഫെഡറിച്ചിയുടെ. ഞാൻ അവരുടെ ആ വിശകലനത്തെ എതിർക്കുകയല്ല, മറിച്ച് ഈ നരവംശാസ്ത്ര കൃതികളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ നോക്കി ഇത് തിരുത്താൻ അവർ തയ്യാറായിട്ടില്ല ഇപ്പോൾ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഒരു ഫുട്നോട്ടിൽ പറയുന്നുണ്ട്, അതായത് നരവംശാസ്ത്ര കുറിപ്പുകളിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി മാർക്സ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു എന്നാണ്. ഒരു പാശ്ചാത്യ ചിന്തയ്ക്ക് ഈ പുസ്തകം എടുത്ത് വായിച്ചു നോക്കാവുന്നതല്ലേ, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്നു എന്ന് പറഞ്ഞ് എഴുതി ഒഴിവാക്കേണ്ട കാര്യമില്ലല്ലോ. അവരത് ചെയ്തിട്ടില്ല. അവരുടെ പുസ്തകത്തിലെ ഏറ്റവും പുതിയ ആർട്ടിക്കിളിലും 2018 എഴുതിയ പുസ്തകത്തിലും 2018 എഴുതിയ ആർട്ടിക്കിളും 2020 എഴുതിയ പുസ്തകത്തിലും ഇത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല, ഈ നരവംശാസ്ത്ര കുറിപ്പുകളിലേക്ക് കടക്കുന്നില്ല. പക്ഷെ നരവംശാസ്ത്ര കുറിപ്പുകളിൽ വളരെ കൃത്യമായിട്ട് മാർക്സ് പറയുന്നുണ്ട്, കാർഷിക വ്യവസ്ഥയിലേക്ക് മനുഷ്യർ പരിണമിച്ച കാലഘട്ടം മുതൽ തന്നെ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പ്രശ്നവും ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് പല ഗോത്ര വ്യവസ്ഥകളും യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തെ തരണം ചെയ്യാൻ വേണ്ടി സ്ത്രീകളെ കൂടുതൽ എംപവേർഡ് ആക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇറുഗ്വയ് സമൂഹത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നത് ഈ വോട്ട് ചെയ്യാനും, നമുക്ക് ഈ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് കഴിഞ്ഞാൽ പിന്നെ ക്യാപിറ്റലിസ്റ്റ് ജനാധിപത്യം എന്നുള്ളതാണ്. അതിനിടയ്ക്കുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. ഗോത്രവർഗ അതാണ് ഇറുഗ്വയ് കോൺഫെഡറസി എന്നാണ് പിന്നെ മോർഗൻ പറയുന്നത്. അത് തന്നെയാണ് മാർക്സ് വരുന്നത്. ഈ കോൺഫെഡറസിയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശമുണ്ട് എന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് ഇവരെ തിരിച്ചു വിളിക്കാനുള്ള അധികാരവും കൊടുത്തിരുന്നു, തിരഞ്ഞെടുക്കുന്നവരെ തിരിച്ചു വിളിക്കാനുള്ള അധികാരവും കൊടുത്തിരുന്നു. അപ്പൊ അദ്ദേഹം പറയും അത് ഇതൊരു വെറും മോർഗനെ സംബന്ധിച്ചോളം ഇതൊരു നരവംശാസ്ത്രപരമായ വസ്തുതയാണ്. മാർക്സിനെ സംബന്ധിച്ചോളം മാർക്സ് പറയുന്നത് ഭാവി സോഷ്യലിസ്റ്റിലേക്കുള്ളൊരു കാഴ്ചപ്പാടാണ് എന്നുള്ളതാണ്. ഈ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള മുഴുവനായ പ്രാതിനിധ്യം നൽകാതെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം സംജാതമാവുകയില്ല എന്ന കുറിപ്പിലേക്കാണ് മാർക്സിനെ ഇത് നയിക്കുന്നത്. മാർക്സ് പറയുന്നത് പുരോഗമനപരമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെ മാത്രം കുത്തകയല്ല. ഗോത്ര സമൂഹങ്ങളിൽ പുരോഗമന രാഷ്ട്രീയം നിലനിന്നിരുന്നു. അത്തരത്തിൽ നിലനിന്നിരുന്ന സ്വകാര്യ സ്വത്ത് ഇല്ലാത്ത സമൂഹങ്ങൾ ഈ ഇറുഗ്വയ് കോൺഫെഡറസിയിൽ തന്നെ അത്തരത്തിലുള്ള സാമൂഹിക സംവിധാനങ്ങളുണ്ട്. അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ജെൻഡർ ഇക്വേഷൻസ് എങ്ങനെയായിരുന്നു ഈ ഗോത്ര സമൂഹങ്ങളിൽ നിന്നുള്ളത് ഭാവി സോഷ്യലിസ്റ്റ് സമൂഹത്തിന് പഠിക്കാനുണ്ട്. അപ്പൊ ഇത് ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്നും ചലനാത്മകമല്ലാത്ത ഗ്രാമ റിപ്പബ്ലിക്കുകളെന്നും പറഞ്ഞ് തള്ളിയ ഒരു മാർക്സിനെ അല്ല നമ്മൾ നരവംശാസ്ത്ര കുറിപ്പുകളിൽ കാണുന്നത്. മറിച്ച് നാളത്തെ ഭാവി സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന് ഈ ഗോത്ര സംസ്കൃതികളിൽ നിന്ന് ജനാധിപത്യത്തിന്റെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെയും സ്വകാര്യ സ്വത്ത് ഇല്ലാത്ത സാമൂഹ്യ സംവിധാനത്തിന്റെയും എന്തൊക്കെ പാഠങ്ങൾ പഠിക്കാൻ സാധിക്കും എന്നുള്ളതിനെ സൂക്ഷ്മമായി അന്വേഷിക്കുന്ന ഒരു പുതിയ മാർക്സിനെയാണ് നരവംശാസ്ത്ര കുറിപ്പുകളിൽ നമ്മൾ കണ്ടെത്തുന്നത്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം, ഇത് പക്ഷെ വളരെ വേദനാജനകമായ ഒരു ഉദാഹരണം കൂടിയാണ് എന്ന് നിങ്ങൾക്ക് ഞാൻ ഈ ഉദാഹരണം പൂർണ്ണമായും പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും. വേരാ സുസ്തുലിച്ചിനെ കുറിച്ച് നമ്മൾ ധാരാളം കേൾക്കാറുണ്ട്. വേരാ സുസ്തുലിച്ച് കത്തെഴുതി, വേരാ സുസ്തുലിച്ചിന് മാർക്സ് മറുപടി എഴുതി. അപ്പോൾ അദ്ദേഹം മൂലധനത്തെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഈ കത്ത് 350 വാക്കുകൾ. ഈ കത്ത് എഴുതുന്നതിന് വേണ്ടി 4 കുറിപ്പുകൾ അദ്ദേഹം തയ്യാറാക്കി. 3000 വാക്കുകളുണ്ട്. ആ 3000 വാക്കുകളുടെ കുറിപ്പിൽ മുഴുവനും ഈ മോർഗനും നിലപാടുകളും അതുപോലെ തന്നെ ഹെൻറി മെയിൻ്റെ ഒക്കെ ഉള്ള വിമർശനവും അതിൽ നിന്ന് അദ്ദേഹം സ്വാംശീകരിച്ച കാര്യങ്ങളും ചേർത്താണ് അദ്ദേഹം ഈ കുറിപ്പുകൾ കരട് ഡ്രാഫ്റ്റുകൾ തയ്യാറാക്കിയത്. 300 പേജുള്ള മറുപടി വളരെ പ്രസക്തമാണ്. 300 വാക്കുകളുടെ മറുപടി വളരെ പ്രസക്തമാണ്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയവുമാണ്. അതിലേക്ക് ഞാൻ 1 മിനിറ്റിനുള്ളിൽ വരാം. പക്ഷെ അതിന് മുൻപ് ഇത് എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹം അവരുടെ ചോദ്യം ഇതായിരുന്നു. അവര് ഈ മാർക്സിസ്റ്റ് സർക്കിൾസുമായിട്ട് വളരെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മാർക്സിസ്റ്റ് എന്ന് പറയാവുന്ന ഒരാളായിരുന്നു.
ലെനിനും പ്ലഖനോവിന്റെ ഒക്കെ കാലഘട്ടത്തിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അവരുടെ കത്ത് വളരെ രസകരമായിട്ടുള്ള കത്താണ്. അവർ പറയുന്നത് ഈ റഷ്യയിൽ ധാരാളം ഈ മിർസ് ഉണ്ട്, അതായത് ഈ കോമൺ പ്രോപ്പർട്ടി ഉള്ള സ്ഥലങ്ങളുണ്ട്, കമ്മ്യൂണുകൾ എന്ന് പറയാവുന്ന സാധനങ്ങളുണ്ട്. ഇവിടെയൊക്കെ വിപ്ലവകരമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണമെങ്കിൽ നടത്താൻ സാധിക്കും. പക്ഷെ അങ്ങനെ ഞങ്ങൾ നടത്താൻ പോകുമ്പോഴത്തേക്കും ഈ നിങ്ങളുടെ അനുയായികളാണ് എന്ന് പറയുന്ന ചില ആളുകൾ പറയുകയാണ് വ്യാവസായിക വിപ്ലവം നടക്കാതെ ഈ സോഷ്യലിസത്തിലേക്ക് പോകാൻ സാധിക്കില്ല. അങ്ങനെ വ്യാവസായിക വിപ്ലവം നടന്ന് തൊഴിലാളികളെ സംഘടിപ്പിച്ചെങ്കിൽ മാത്രമേ ഇത് നടത്തുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണ് ഇവിടെ എല്ലാവരും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചെയ്യണമെന്ന് പറയും. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ സമയത്ത് ഇവിടെ ഈ കമ്മ്യൂണുകളെല്ലാം ധാരാളം ഉണ്ട് താനും. ഇതാണ് വേറെ വിളിച്ച് പിന്നെ മാർക്സിനോട് ചോദിക്കുന്ന ചോദ്യം. അതായത് സോവിയറ്റ് വിപ്ലവം എന്ന് പറയുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ നോക്കിയിട്ട് ഈ കമ്മ്യൂണൽ പ്രോപ്പർട്ടിയും അതുപോലുള്ള സാമ്പത്തിക ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും ഉപയോഗിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും. ആ സമയത്ത് നിങ്ങളുടെ അനുയായികൾ എന്ന് പറയുന്ന ആൾക്കാർ അവരെല്ലാം അവർ പറയുന്ന മാർക്സിസ്റ്റുകളെന്നാണ് അവരെ പറയുന്നതാണ് പറയുന്നത് ഇത് വ്യവസായ വിപ്ലവത്തിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. മാർക്സ് അതിന് കൊടുക്കുന്നൊരു മറുപടി, അതായത് 300 വാക്കുള്ള ഈ മറുപടിയിൽ കൂടുതൽ ആ ഡ്രാഫ്റ്റിലുണ്ട്. പക്ഷെ മറുപടിയിൽ മാർക്സ് കൃത്യമായി പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, മൂലധനത്തിൽ എവിടെയാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്? മൂലധനത്തിൽ ഞാൻ സോഷ്യലിസ്റ്റ് വിപ്ലവത്തെ കുറിച്ചൊന്നും പറയുന്നില്ല, അത് മുതലാളിത്തത്തിന്റെ വിശകലനമല്ലേ. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നമ്മുടെ ഒരു തെറ്റിദ്ധാരണ മൂലധനം ഇങ്ങനെയുള്ള ഒരു കൃതിയാണ് എന്നുള്ള അദ്ദേഹത്തിന് പോലും ആ ധാരണയില്ല. നമ്മൾ ഇതിൽ ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല. അത് വികസിത മുതലാളിത്ത രാജ്യങ്ങൾ എന്ന് പറയുന്ന ചില സ്ഥലങ്ങളിൽ ഈ മുതലാളിത്ത സാമ്പത്തിക ബന്ധങ്ങൾ വികസിച്ച സ്ഥലത്ത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ കോൺഫ്ലിക്റ്റിൽ ഈ വർഗസമരത്തിൽ നിന്നുണ്ടാവുന്നതാണെന്ന് മാത്രമേ ഞാൻ പറയുന്നു. മറ്റു സമൂഹങ്ങളെ കുറിച്ച് എനിക്ക് അറിയാനും വയ്യ, ഞാൻ പറഞ്ഞിട്ടുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയുമെന്നാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ പറയുന്നത് വെച്ചിട്ടും ഞാൻ ഇതിനു വേണ്ടി അദ്ദേഹം കുറെ പഠിച്ചു. ഇവർക്ക് മറുപടി എഴുതാൻ വേണ്ടി, വേറെ സൂചിച്ചിന് വേണ്ടി മറുപടി എഴുതാൻ വേണ്ടി പഠിച്ചെടുത്താൽ പറയുന്നത്, നിങ്ങളിങ്ങനെ ഈ വ്യവസായ തൊഴിലാളികൾ വരുന്നതും കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല. ഈ ശരിയായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഈ കമ്മ്യൂണുകളെ നേരിട്ട് ഒരു സോഷ്യലിസ്റ്റ് സമൂഹമാക്കി പരിവർത്തനം ചെയ്യിക്കാൻ സാധിക്കുമെങ്കിൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം, ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും ഏറ്റവും നല്ലത്. എന്ന് മാത്രമല്ല, ലോക വിപ്ലവത്തിന്റെ വങ്കാടായി സോവിയറ്റ് യൂണിയൻ മാറുകയും ചെയ്യുമെന്നാണ് റഷ്യ മാറുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം ആ കത്തിൽ മറുപടി പറയുന്നത്. പക്ഷെ ഇതിന്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ വസ്തുത എന്ന് പറയുന്നത്, വേറെ സസൂലിച്ചാവട്ടെ, ലെനിൻ ആവട്ടെ, പ്ലഗ്നോവ് ആകട്ടെ, ട്രോട്സ്കി ആവട്ടെ, സ്റ്റാലിൻ ആവട്ടെ, ആരും തന്നെ ഈ കത്ത് ഗൗരവത്തിൽ എടുത്തിട്ടില്ല. വേറെ സസൂലിച്ച് പോലും എടുത്തില്ല ഈ മറുപടി. അവർക്ക് മറുപടി കിട്ടി, അവരത് കവണയ്ക്ക് പോക്കറ്റിൽ വെച്ചു എന്നുള്ളതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് റഷ്യ ആയിരുന്നത്. കാരണം എന്താ വെച്ചാൽ ആ സമയമായപ്പോഴത്തേക്കും ലെനിൻ വളരെ കൃത്യമായ നിലപാടുകൾ എടുത്ത് മുമ്പോട്ട് വരുന്നൊരു സമയത്ത് അദ്ദേഹം ഇതിൽ ഈ റഷ്യയിലെ മുതലാളിത്ത വികാസത്തെ കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയി. നമുക്കറിയാം ലെനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കൃതികൾ, ഒന്ന് മാർക്സിസം ആൻഡ് എംപിരിയോക്രറ്റിസിസം ആണ് എന്നുള്ളത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരടി മുന്നോട്ട് 2 പിന്നോട്ട് എന്നുള്ള സ്ട്രാറ്റജിക് പുസ്തകങ്ങളൊന്നുമല്ല. ഡെവലപ്മെന്റ് ഓഫ് ക്യാപിറ്റലിസം ഇൻ റഷ്യ എന്ന് പറയുന്ന പുസ്തകമാണ്. ഡെവലപ്മെന്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ അത്തരം ഒരു പുസ്തകം ഇന്ത്യയിലെ ക്യാപിറ്റലിസത്തിന്റെ വികാസത്തെ കുറിച്ച് ഒരു മാർക്സിസ്റ്റും എഴുതിയിട്ടില്ല. അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ സെക്കൻഡറി രേഖകളും പരിശോധിച്ച് ക്യാപിറ്റലിന് സമാനമായി എങ്ങനെയാണ് റഷ്യ പോലുള്ളൊരു സമൂഹത്തിൽ മുതലാളിത്തം വികസിക്കുന്ന, ഗ്രാമങ്ങളിൽ മുതലാളിത്തം എങ്ങനെയാണ് വികസിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആദ്യത്തെ സമഗ്രമായ പഠനം ലോകത്തെ ഏതെങ്കിലും ഒരു മാർക്സിസ്റ്റ് ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് മാർക്സിസ്റ്റ് വിശകലന മാതൃക ഉപയോഗിച്ച് സാമ്പത്തിക പരിണാമത്തെ പഠിക്കുന്നുണ്ടെങ്കിൽ അത് ലെനിൻ ഈ ഡെവലപ്മെന്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന് റഷ്യ എന്ന് പറയുന്ന ആ പുസ്തകത്തിലാണ്. ഗ്രാമങ്ങളിൽ എങ്ങനെയാണ് മുതലാളിത്ത പരിവർത്തനം നടക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായ അതാണ് നൽകുന്നത്. പക്ഷെ അപ്പോഴത്തേക്കും റഷ്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ തന്നെയും ഈ ഒരു പന്ഥാവിലേക്ക് മാറിക്കഴിഞ്ഞു. അവരെ ഈ കമ്മ്യൂണുകളിലേക്ക് തിരിച്ചു പോകാനോ സ്വകാര്യ സ്വത്തിനെ പറ്റിയുള്ള ഈ വിശകലനത്തെ സ്വീകരിക്കാനോ തയ്യാറായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു ചരിത്രം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ മാർക്സിനെ സംബന്ധിച്ചോളം എന്ന് മാത്രമല്ല, മാർക്സ് പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയ കാലത്ത് 2 പ്രദേശങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഒന്ന് അമേരിക്ക, ഒന്ന് റഷ്യ. അതിനുശേഷം അദ്ദേഹം അമേരിക്കയിൽ എന്താണ് നടക്കുന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വിശകലനം നൽകുന്നു. അവിടെ എങ്ങനെയാണ് ഈ ചെറുകിട കർഷകർ മുതലാളിത്ത കേന്ദ്രീകരണത്തിന്റെ ഭാഗമായി പാപ്പരീകരിക്കപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശകലനം ചേർക്കുന്നു. ഇത് പ്ലഖനോവ് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ റഷ്യൻ പതിപ്പിലുള്ള ആമുഖത്തിലാണ്. എവിടെയൊക്കെയാണ് മാർക്സിസം ചുരുണ്ടുകൂടി കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ ചുരുൾ നിവർത്തി തന്നെ പരിശോധിക്കേണ്ടത്. യഥാർത്ഥത്തിൽ മാർക്സിസത്തെ കുറിച്ച് അറിയുന്നതിന് ഈ പ്രധാന ഗ്രന്ഥങ്ങളോ അവയുടെ മറ്റുള്ളവരുടെ വിശകലനങ്ങളോ മാത്രം പോയാൽ മാർക്സിനെ എഴുതിയിട്ടുള്ള ഇത്തരത്തിലുള്ള ചില കൃതികളുണ്ട്, ഇത്തരത്തിലുള്ള ചില രേഖകളുണ്ട്, അത് പരിശോധിക്കേണ്ടത്.
അതില് ഈ പ്ലതിനോവിന്റെ വിവർത്തനത്തിന് എഴുതിയ ആമുഖത്തിലാണ് അദ്ദേഹം ഒന്ന് പറയുന്നത്. രണ്ട്, അദ്ദേഹം കൊലക്കോസ്കി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, ഭൂബന്ധങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൃതികൾ വളരെ ക്ലോസ് ആയിട്ട് അദ്ദേഹം പഠിക്കുന്നുണ്ട്. അതിന് മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം എടുക്കുന്നുണ്ട് റഷ്യയിലെ. അങ്ങനെയാണ് അത് റഷ്യയിലെ യഥാർത്ഥത്തില് ഇന്നിപ്പോ പോകുന്ന റഷ്യ അല്ല യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടിയിരുന്നത്. വിപ്ലവകരമായ ഒരു റഷ്യൻ യാഥാർത്ഥ്യം എടുത്തിരിക്കുക, ഈ കമ്മ്യൂണുകളിൽ നിന്ന് നേരിട്ട് ഒരു പുരോഗമന രാഷ്ട്രീയത്തിലേക്ക് റഷ്യ പോകുമ്പോഴാണ് അതിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കേണ്ടത് എന്ന് പറയുന്ന മാർക്സിനെ നിങ്ങൾ എങ്ങനെയാണ് ഒരു ചരിത്ര നിർണയവാദിയാക്കുന്നത്? അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്ക് പോട്ടെന്നൊക്കെ, ഇത് മുതലാളിത്തത്തിന്റെ അതേ കണ്ണാടിയായിട്ടാണ് വരിക, എല്ലാ രാജ്യങ്ങളും ഇംഗ്ലണ്ടിനെ പോലെയുള്ള വികസനത്തിലേക്കാണ് പോവുക, അതിന് ആവശ്യമില്ല എന്നും ഇവരുടെ യഥാർത്ഥത്തില് ഈ കമ്മ്യൂണുകളെ വികസിപ്പിച്ചുകൊണ്ട് തന്നെ പുതിയ സോഷ്യൽ സമൂഹം സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിരിക്കുക എന്ന് കൃത്യമായ ഭാഷയിൽ ഒരു ദുരൂഹതയുമില്ലല്ലോ അതിൽ. അദ്ദേഹത്തിന്റെ കത്തിലും എഴുത്തിലും എന്ത് ദുരൂഹതയാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നതാണ്. നിങ്ങൾ ഇതിനു വേണ്ടി ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ, ഇതിൽ പോയാൽ മതി, ഇതാണ് സംഘടിപ്പിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം ഈ മൂലധനത്തിന്റെ രചനയ്ക്ക് ശേഷം പോലും ലോകത്തിലെ മുഴുവൻ അപ്പോ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒന്ന്, നമ്മൾ സാധാരണഗതിയിൽ മാർക്സിനെ പറ്റി പറയുന്നത്, മാർക്സ് യൂറോപ്യൻ രാജ്യങ്ങളിൽ വിപ്ലവം പ്രവചിച്ചു, നടന്നില്ല. പിന്നെ എവിടെയാണ് നടന്നത്? മാർക്സ് പ്രവചിക്കാതിരുന്ന റഷ്യ. അസംബന്ധം. കാരണം ആദ്യം ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നത് വിപ്ലവം നടക്കുന്നില്ലെങ്കിൽ അത് ആദ്യം റഷ്യയിലായിരിക്കും എന്നാണ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ മാർക്സ് പറഞ്ഞു എന്ന്? ആമുഖത്തിൽ പറയുന്നുണ്ട് റഷ്യയിലായിരിക്കും ആദ്യം നടക്കുക എന്ന് അദ്ദേഹം പറയുന്നു. കാരണം നിങ്ങൾ ഇങ്ങനെ പോയാൽ മതി, റഷ്യയിലാണ് അതിന്റെ ഏറ്റവും കൂടുതൽ സാധ്യത വരുന്നത്. പിന്നെ അദ്ദേഹം തന്നെ പറയുന്നു, ഇത് യൂറോപ്പിൽ നടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, എന്റെ മൂലധനത്തിൽ അതല്ല പറയുന്നത്, മുതലാളിത്തത്തിന്റെ വിശകലനമാണ്, രാഷ്ട്രീയ സമ്പദ്ശാസ്ത്ര വിശകലനമാണ്. അതായത് മാർക്സ് പറയാത്ത രണ്ട് കാര്യങ്ങൾ ആരോപിച്ചാണ് ഇന്നും മാർക്സ് വിമർശിക്കപ്പെടുന്നത് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോഴും നമ്മൾ റാൻഡമായ ഒരു മാർക്സ് വിമർശന കൃതി എടുത്താൽ അതിനകത്ത് കാണുന്ന രണ്ട് കാര്യങ്ങളാണ്. യൂറോപ്പിൽ വിപ്ലവം നടക്കുമെന്ന് മാർക്സ് പറഞ്ഞു, അദ്ദേഹം പറയുന്നത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. അന്ന് പോലും അദ്ദേഹം പറയാണ്, ഞാൻ യൂറോപ്പിൽ വിപ്ലവം നടക്കുമെന്ന് ഞാൻ അവിടെ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത് പറയുന്നതാണ്, റഷ്യയിൽ വിപ്ലവം നടക്കുന്ന കാര്യം മാർക്സിന് മനസ്സിലായില്ല. അതാരും പറഞ്ഞു, റഷ്യയിൽ നടക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇത് അവരുടെ വിമർശനത്തിന് ഞാൻ മറ്റൊരു മാർക്സിനെ തിരിച്ചിടുകയല്ല, അദ്ദേഹത്തിന്റെ രചനകൾ ന്യൂവാൻസ്ഡ് ആണ്. അല്ലാതെ ഇവർ പറയുന്നത് പോലെയുള്ള രേഖീയമായിട്ടുള്ള എന്തോ ഒരു നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിട്ട് അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ഒരാളല്ല അദ്ദേഹം. അത്തരം അടിച്ചേൽപ്പിക്കൽ ശ്രമങ്ങളെ നിരാകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. അല്ലാതെ അദ്ദേഹം പ്രവചിക്കുകയല്ല, ഇത് യൂറോപ്പിൽ നടക്കില്ല, റഷ്യയിൽ നടക്കും എന്നൊരു പ്രവചനമല്ല. ആയിക്കൂടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ട് ആയിക്കൂടാ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചോദിച്ച ഒരു മാർക്സിനെ നമ്മൾ ഏത് കൃതി എടുത്ത് നോക്കിയാലും നമ്മൾ കാണുന്നത് ഇത് രണ്ടും മാർക്സ് പറഞ്ഞു എന്നാണ്. അതായത് പിന്നെ യൂറോപ്പിൽ വിപ്ലവം നടക്കും എന്ന് പറഞ്ഞ് നടന്നില്ല, റഷ്യയിലല്ലേ നടന്ന്, അത് മാർക്സിനെ പ്രവചിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് മാർക്സ് പ്രവചിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ പുസ്തകത്തിൽ ആ ഭാഗം ഞാൻ കൂട്ട് ചെയ്യുന്നുണ്ട്, ഉദ്ധരിക്കുന്നുണ്ട്, ആ ഭാഗങ്ങൾ കൃത്യമായി ഞാൻ ഉദ്ധരിക്കുന്നുണ്ട്, ആ കുറിപ്പുകളും ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മാർക്സിനെ വീണ്ടെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് ഈ പരമ്പരാഗത കൃതികൾ പരമ്പരാഗതമായ രീതിയിൽ വായിക്കപ്പെട്ടിട്ടുള്ള ശൈലിയിൽ അടച്ചിട്ടപ്പെട്ടുകൊണ്ട് മാർക്സിനെ മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്ന ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ നരവംശാസ്ത്ര കുറിപ്പുകൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മാർക്സിന്റെ ഈ അപ്രകാശിതമായിട്ടുള്ള വേറെ കൃതികളുണ്ട്. ഉദാഹരണത്തിന് മാത്തമാറ്റിക്കൽ നോട്ട്ബുക്സ് പോലെയുള്ള കൃതികൾ, അദ്ദേഹത്തിന്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ചിട്ടുള്ള കുറിപ്പുകളുണ്ട്. അദ്ദേഹത്തിന്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള കുറിപ്പുകൾ ഇതുപോലെ തന്നെ ഈ ആൾട്ടർനേറ്റീവ് ഇന്റലിജൻസ്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് വളരെ പ്രസക്തമാണ്. ബാബേജിനെ പറ്റി ആദ്യം പറയുന്നത് മാർക്സാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ ചിന്തകൾ കൊണ്ടുവരുന്നത് മാർക്സാണ്. ഒരു പുസ്തകം തന്നെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, ദി സൈബർ മാർക്സ് എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ് മാർക്സ് ഇത് ഏതാണ്ട് കൃത്യമായി തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ബാബേജിന്റെ കൃതികളുമായി. ഇന്ന് മാത്രമല്ല, അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ഈ യൂട്ടോപ്പിയൻ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള ഗവേഷണങ്ങൾ നടത്തുന്ന ആളുകളെ പോയി പരിചയപ്പെട്ട് അവരുമായി കത്തിടപാട് നടത്തുക പോലും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇതിന് പിന്തിരിഞ്ഞു നിന്ന ഒരാളല്ല അദ്ദേഹം. അതുകൊണ്ടാണ് ഈ ജനറൽ ഇന്റലക്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ അദ്ദേഹം കൊണ്ടുവരുന്നത്, പുതിയ. കാരണം അതിനകത്താണ് ഇത് ഉണ്ടാവുന്നത്. ജനറൽ ഇന്റലക്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം കൂടുതലായിട്ട് വികസിപ്പിക്കുന്നില്ല. ഈ ഗുദ്രേസിലാണ് അതുള്ളത്. ജനറൽ ഇന്റലക്ട് എന്ന് പറയുന്ന പൊതു ബുദ്ധി എന്ന് പറയുന്ന ഒരു അതിനുള്ളിലാണ് ഇത് രൂപം കൊള്ളുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു വിശകലനം അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പോൾ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ അന്നത്തെ സാമൂഹ്യ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം, അന്നത്തെ ദൈനിക അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ പുരോഗമനപരമായിരുന്നു എന്നുള്ളതാണ്. അത് ഇത്രയും കാലം നമ്മൾ വിചാരിച്ചിരുന്നത് ജാതി വ്യവസ്ഥയുടെ കാര്യം വരെ എത്തിയിരുന്നില്ല എന്നാണ്. എന്നാൽ ഈ നരവംശാസ്ത്ര കുറിപ്പുകൾ കൃത്യമായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അദ്ദേഹം ആ മേഖലയിലും വളരെ കൃത്യമായ ചില നിരീക്ഷണങ്ങൾ, അതിന്റെ ഈ മെയിൻ്റെ തന്നെ
മറ്റൊരു നിരീക്ഷണത്തെ അദ്ദേഹം ഖണ്ഡിക്കുന്നുണ്ട്. ഈ ബ്രാഹ്മണിക്കൽ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകൾ, മെയിനെ പോലുള്ള എഴുത്തുകാർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് എത്രയും ബുദ്ധിയോടുകൂടിയാണ് ബ്രാഹ്മണിക്കൽ ഐഡിയോളജി ഇടപെടുന്നത് എന്നുള്ളതിനെ മറച്ചു വെക്കുകയാണെന്നാണ്. മനസ്സിലാക്കുന്നില്ല എന്ന് പോലുമല്ല, മറച്ചു വെക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഓറിയന്റലിസത്തിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ തന്നെ, ധർമ്മം തന്നെ ഇത്തരത്തിലൊരു മറച്ചു വെക്കലും, അതായത് ബ്രാഹ്മണിക്കൽ ഐഡിയോളജി ചെയ്യുന്ന കാര്യങ്ങളെ മുഴുവൻ ഇന്ത്യയുടെ പുരുഷാധിപത്യ ഘടനയുടെ ഭാഗമായി കാണുക. ഇന്ത്യൻ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിക്കൽ പുരുഷന്മാരാണ് എന്നുള്ള രീതിയിൽ കാണുക. അതുകൊണ്ടാണ് മറ്റു പലരും ഇത്തരത്തിലൊരു ഡൈക്കോട്ടമി, തവിട്ട് മനുഷ്യൻ വെള്ള മനുഷ്യൻ എന്നുള്ള ഒരു ഡൈക്കോട്ടമി ദ്വന്ദ്വത്തിലേക്ക് കൊണ്ടുവരുന്നത്. തവിട്ട് മനുഷ്യൻ വെള്ള മനുഷ്യൻ എന്നുള്ളതല്ല. കാരണം ഈ ഗോത്ര സമൂഹങ്ങളിൽ അത്തരത്തിലല്ലാത്ത അത് അദ്ദേഹം പറയുന്നുണ്ട്. ഈ സ്വത്ത്, ബ്രാഹ്മണിക്കൽ സ്വത്തിന്റെ പ്രശ്നം മെയിൻ മനസ്സിലാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, പാട്രിയാർക്കൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന പാട്രിയാർക്കൽ സ്വത്തുടമ സമ്പ്രദായം ആണ് എല്ലാ കാലത്തും ഇന്ത്യയിൽ നിലനിന്നു വരുന്നത് എന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് മെയിൻ എത്തുന്നതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഏഷ്യയിലെ മാട്രിയാർക്കൽ സമൂഹങ്ങളിലെ സ്വത്തുടമ ബന്ധങ്ങളെ കുറിച്ച് പറയാതെയാണ് അദ്ദേഹം ഇത് മുന്നോട്ട് വെക്കുന്നത്. ഇതിന് അതൊരു നോവൽറ്റി ആയിട്ട് അദ്ദേഹത്തിന് തോന്നുന്നത്, ഇതിന് ഈ ബ്രാഹ്മണിക്കൽ ഇടപെടലിനെ ഒരു പുതുമയായി തോന്നുന്നത് മാട്രിയാർക്കൽ സമൂഹങ്ങളിലെ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ തന്നെ ഉണ്ടായിരുന്ന മാട്രിയാർക്കൽ സമൂഹങ്ങളിലെ സ്വത്തുടമത ബന്ധത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അജ്ഞത കൊണ്ടാണ് എന്ന്, അജ്ഞത കൊണ്ട് അല്ലെങ്കിൽ ബോധപൂർവ്വം മറച്ചു വയ്ക്കുന്നത് കൊണ്ടോ ആണ് എന്ന് മാർക്സ് പറയുന്നുണ്ട്. അപ്പൊ അതായത് മാർക്സ് ഇന്ത്യയെ ആണെങ്കിലും ഇന്ത്യയിലെ കൊളോണിയലിസത്തിന്റെ ഇടപെടലുകളെ ആണെങ്കിലും ജാതി വ്യവസ്ഥയുടെ സങ്കീർണതകളെ കുറിച്ചാണെങ്കിലും ഇപ്പൊ ജാതി വ്യവസ്ഥ എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നത് വെച്ചാലില്ല. ഞാൻ കണ്ടതിനകത്ത് ജാതി വ്യവസ്ഥ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം ഇതിനൊരു സിസ്റ്റമായിട്ട് കാണുന്നുണ്ട്. അതിന് ജാതിയെ ഒരു സിസ്റ്റമായിട്ട് അദ്ദേഹം മാർക്സിന്റെ വിശകലനത്തിൽ അദ്ദേഹം കാണുന്നില്ല. അത് നമുക്ക് വി ക്യാൻ ആക്ച്വലി സീ ഇറ്റ് വെൻ യു റീഡ് ഇറ്റ്. കാരണം ആ വ്യവസ്ഥയുടെ ചിന്തയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ബ്രാഹ്മണിക്കൽ വിമർശനം നടത്തുന്നത്. കാരണം അവരാണല്ലോ ഇതിൽ ഇടപെടുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ. അപ്പൊ ഇത്തരത്തിൽ നിശ്ചിതമായി ഇന്ത്യ ചരിത്രത്തിൽ ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയുടെ പങ്ക് കണ്ടെത്തുന്ന ആദ്യത്തെ ചിന്തകൻ എന്നുള്ള ആ ക്രെഡിറ്റ് അത് തീർച്ചയായിട്ടും മാർക്സിന് അവകാശപ്പെട്ടതാണ്. സ്വന്തമായിട്ടാണെങ്കിലും പിൽക്കാലത്ത് അംബേദ്കർ അത് വികസിപ്പിക്കുന്നുണ്ട്, വളരെ ശക്തമായി വികസിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ കടുത്ത ഒരു അംബേദ്കറൈറ്റ് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു തലത്തിൽ നിന്നുകൊണ്ട് മാർക്സ് ഒട്ടും തന്നെ പ്രസക്തമല്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നരവംശാസ്ത്ര കുറിപ്പുകൾ വായിക്കുക എന്നുള്ളതാണ് അവർക്കുള്ള ഒരു കുറിപ്പടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ മാർക്സിനെ അവഗണിച്ചുകൊണ്ട് ജാതി വ്യവസ്ഥയെ പറ്റി നമുക്ക് ചിന്തിക്കാമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഏറ്റവും നിശ്ചിതമായ ഒരു വിമർശനം തന്നെയാണ് മാർക്സ് ഈ ബ്രാഹ്മണിക്കൽ വ്യവസ്ഥയെ പറ്റി വെക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജനാധിപത്യം. ജനാധിപത്യത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് പലപ്പോഴും അത് മുതലാളിത്തത്തിന്റെ, മാർക്സ് തന്നെയും അങ്ങനെയാണ് ധരിച്ചിരുന്നത് എന്ന് മാർക്സ് ഭഗ്യന്തരേണ സൂചിപ്പിക്കുന്നുണ്ട്. അല്ല, തിരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ എറഗോയ് സമൂഹങ്ങളും മറ്റു ഗോത്ര സമൂഹങ്ങളും സ്വീകരിച്ചിരുന്ന നിലപാടുകൾ എന്താണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഭാവി സോഷ്യൽ സമൂഹത്തിന് കൂടുതൽ ഉപയുക്തമാവുക. ക്യാപിറ്റലിസത്തിലുള്ളത് കള്ളക്കളിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാപിറ്റലിസ്റ്റ് ജനാധിപത്യം ഒരു ഫ്രോഡാണ്. യഥാർത്ഥത്തിൽ ഒരു സോഷ്യലിസ്റ്റ് ജനാധിപത്യത്തിലേക്ക് നീങ്ങുക എന്ന് പറയുന്നത് ക്യാപിറ്റലിസം വഴിയല്ല, മറിച്ച് ഈ ഗോത്ര സമൂഹങ്ങളുടെ ജനാധിപത്യ സംസ്കൃതിയെ സ്വാംശീകരിച്ചുകൊണ്ടാണ് എന്നുള്ള ഒരു നിലപാടാണ് മാർക്സ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. അപ്പൊ ഏത് തരത്തിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും ജാതിയെ കുറിച്ചിട്ടുള്ള അംബേദ്കറുടെ വിശകലനങ്ങളെ മാർക്സിന്റെ കൊളോണിയലിസത്തെ കുറിച്ചുള്ളതും ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചുള്ളതും ഗോത്ര സമൂഹങ്ങളെ കുറിച്ച് പൊതുവെയുള്ളതുമായിട്ടുള്ള വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പുതിയ അംബേദ്കർ മാർക്സ് സംവാദം രൂപപ്പെടേണ്ടത്. പുതിയ മാർക്സ് അംബേദ്കർ സംവാദം രൂപപ്പെടണമെങ്കിൽ യഥാർത്ഥത്തിൽ മാർക്സിന്റെ ഈ ഇത്തരം ഉൾക്കാഴ്ചകളും നിഗമനങ്ങളും നിരീക്ഷണങ്ങളും കൂടി ഈ ചർച്ചയിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഒരു പഴയ മാർക്സിനെ മാത്രം വെച്ചുകൊണ്ട് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല. ഈ പഴയത് വെച്ചുകൊണ്ട് മാത്രം ഈ ചർച്ച ഉന്തിക്കൊണ്ട് പോകുന്നുണ്ട് വളരെ മാർക്സിനോട് ആഭിമുഖ്യമുള്ള ചിന്തകര്. കാരണം അംബേദ്കറിനോട് കൂടുതൽ ആഭിമുഖ്യമുള്ള ചിന്തകർ അങ്ങനെ മാർക്സിനെ ഗൗരവമായിട്ട് എടുക്കണം എന്ന അഭിപ്രായമുള്ളവർ കുറവാണ്, നമുക്കറിയാം, അവർ കുറവാണ്. ആ സമയത്ത് മാർക്സിനെ ഗാന്ധിയെയും ഒക്കെ എങ്ങനെയെങ്കിലും അംബേദ്കറുമായിട്ട് ബന്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ചിന്തകർ നമുക്കുണ്ട് എന്നറിയാം. പക്ഷെ അത് ആ പഴയ ഫ്രെയിംവർക്കിലാണ് അവരിത് ഉന്തിക്കൊണ്ടിരിക്കുന്നത്. ആ പഴയ ഫ്രെയിംവർക്കിന് പ്രശ്നങ്ങളുണ്ട്. ആ പഴയ മാർക്സിനെ ഒരിക്കലും അംബേദ്കറുമായിട്ട് സമന്വയിപ്പിക്കാൻ സാധിക്കില്ല. അതൊരു വൃഥായത്നമാണ്. അതാണ് ഇത്രയും കാലം നടത്തിക്കൊണ്ടിരുന്നത്. ആ വൃഥായത്നത്തിൽ നമ്മൾ പുറത്തു കിടക്കുകയും യഥാർത്ഥത്തിൽ മാർക്സിന്റെ ഇത്തരം ഓർഗാനിക് ആയിട്ടുള്ള നിരീക്ഷണങ്ങൾ, വളരെ ജൈവപരമായിട്ടുള്ള ഇത്തരം നിരീക്ഷണങ്ങൾ, ഗോത്ര സംസ്കൃതിയിൽ നിന്ന് സ്വാംശീകരിക്കുന്ന ഇന്ത്യയുടെ തന്നെ പൗരാണിക ചരിത്രത്തെ വിമർശനാത്മകമായി വിശകലനം ചെയ്യുന്ന
ഗോത്ര വ്യവസ്ഥയുടെയും അതുപോലെ തന്നെ മുൻകാല സാമൂഹിക രൂപീകരണങ്ങളുടെയും സങ്കീർണതകളെ അതിന്റെ സമഗ്രതയിൽ പരിശോധിക്കുന്ന മാർക്സിന്റെ നിഗമനങ്ങളെയും നിരീക്ഷണങ്ങളെയും കൂടി നമ്മുടെ ചർച്ചയിലേക്ക് പുനരാനയിച്ചുകൊണ്ട് മാത്രമേ പുതിയ തലത്തിലേക്ക് മാർക്സ് അംബേദ്കർ സംവാദത്തെ നമുക്ക് ഉയർത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈ ഗതാഗതത്തിൽ തന്നെ ഇങ്ങനെ തങ്ങിക്കിടക്കുകയും മാർക്സ് ഇങ്ങനെ വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അംബേദ്കർ ജാതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ആനന്ദ് തെറ്റുണ്ടെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്ലാസ് ഒരു അനലിറ്റിക്കൽ കാറ്റഗറിയാണ്, കാസ്റ്റ് ഒരു സോഷ്യോളജിക്കൽ കാറ്റഗറിയാണ്. അത് ഒരു പരിധിയുണ്ട്. ആ വിശകലനം ആ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം അത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വർഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു അനലിറ്റിക്കൽ കാറ്റഗറി എന്നുള്ളതിനെ കഴിഞ്ഞിട്ട് അതൊരു എംപിരിക്കൽ കാറ്റഗറി കൂടിയാണ്, ഒരു സോഷ്യോളജിക്കൽ കാറ്റഗറിയാണ്. അതാണ് മാർക്സ് പറയുന്നത്. ഇപ്പോൾ സോഷ്യോളജിക്കൽ കാറ്റഗറിയാണ് വർഗം എന്നാണ് പറയുന്നത്, സാമ്പത്തിക കാറ്റഗറി, ഇക്കണോമിക് കാറ്റഗറി മാത്രമല്ല. കാരണം ഗോത്ര സമൂഹങ്ങളിൽ വർഗം നിലനിന്നിരുന്നത് സാമ്പത്തിക ഗണം എന്നുള്ള രീതിയിലല്ല. കാരണം അതിനു മുമ്പുള്ള മാർക്സിന്റെ ഇതപര്യന്തമുള്ള ചരിത്രം വർഗസമരത്തിന്റെ ചരിത്രമാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ സ്വകാര്യ സ്വത്തുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള സംഘർഷത്തിന്റെ ചരിത്രമാണ് എന്ന രീതിയിലാണല്ലോ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അതൊരു സാമ്പത്തിക ഗണത്തിൽ മാത്രം കിടക്കുന്നത്. അങ്ങനെ ആ സാമ്പത്തിക ഗണത്തിൽ ചുറ്റിക്കിടക്കാതെ ഉള്ള ഒരു വർഗത്തെ മനസ്സിലാക്കാൻ, സാമൂഹിക വർഗങ്ങളുടെ രൂപീകരണത്തെ മനസ്സിലാക്കാനും ഈ വർഗങ്ങൾ തമ്മിലുണ്ടായിരുന്ന ചില സമത്വം ഉള്ളപ്പോൾ പോലും വർഗങ്ങളുള്ള ചില സന്ദർഭങ്ങൾ അദ്ദേഹം ഉദാഹരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് സാമ്പത്തികമായ വർഗങ്ങളായി മാറുന്നത് എന്നുള്ളതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ക്ലാസ് വർഗം, ഒരു സാമ്പത്തിക ഗണമല്ലാത്ത വർഗം ജാതിയായി മാറുന്നത് എന്നുള്ള അംബേദ്കറിന്റെ അനാലിസിന് സമാന്തരമായിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഈ സാമ്പത്തിക ഗണമല്ലാത്ത ഒരു വർഗം എങ്ങനെയാണ് ഒരു സാമ്പത്തിക ഗണമായി മാറുന്നത് എന്നുള്ള മാർക്സിന്റെ നരവശാസ്ത്ര കുറിപ്പുകളുടെ വിശകലനത്തോടു കൂടിയാണ് ചേർത്ത് വെച്ച് വായിക്കേണ്ടത്. അപ്പോഴാണ് ഈ തരത്തിലുള്ള സംവാദത്തിന്റെ പുതിയ സാധ്യതകൾ തുറന്നു വരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ചുരുക്കം ഇതാണ്. കൂടുതൽ വിശദമായിട്ട് ഇതിന്റെ ഉദാഹരണങ്ങൾ സഹിതം ഞാൻ പുസ്തകത്തിൽ പറയുന്നുണ്ട്. മറ്റൊരവസരത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു ചർച്ച തുടങ്ങി വെക്കുക എന്നുള്ള വളരെ വിനീതമായ ഒരു ഉദ്ദേശം മാത്രമേ എനിക്ക് ഇന്നുള്ളൂ. അതിന് എനിക്കൊരു അവസരം തന്നതിന് ഞാൻ ഹരിഹരനും അതുപോലെ തന്നെ വിജയൻ മാഷ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ഒരു വിഷയം അദ്ദേഹത്തെ സംബന്ധിച്ചോളം ചർച്ചയ്ക്ക് സ്വീകാര്യമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഗതാഗതത്തിൽ നിന്ന് മാറിയുള്ള ചിന്തകളെ പലപ്പോഴും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ചിന്തകൻ എന്നുള്ള രീതിയിൽ ഇത്തരത്തിലൊരു ചർച്ച മറ്റൊരു മാർക്സിനെ കുറിച്ചുള്ള ചർച്ച ഉണ്ടാകുമായിരുന്നെങ്കിൽ അദ്ദേഹം അതിൽ തൽപരനായിരുന്നു. അദ്ദേഹം അതിനെ അനുകൂലിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം അതിൽ തൽപരനായിരുന്നിരിക്കും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. ആ ഒരു വിശ്വാസത്തോടു കൂടി എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയതിന് ഞാൻ ഇന്ത്യൻ പഠന കേന്ദ്രത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു.